ACV ന്യൂസ് നുജും ഏവിയേഷൻ്റെ ജനസ്പന്ദനം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടുപിടിച്ച ഈ സന്ദർഭത്തിൽ ഈ ജനസ്പന്ദനം ഇവിടെ ഒറ്റപ്പാലത്ത് അരങ്ങേറുകയാണ്. ഇതിലേക്ക് എത്തിച്ചേർന്ന ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥി ബി പത്മനാഭൻ, ഒറ്റപ്പാലത്തെ CPM നേതാവും MLA-യുമായ M ഹംസ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അഡ്വക്കേറ്റ് ജയദേവൻ എന്നിവരെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായി നമുക്ക് ആം ആദ്മിയുടെ സ്ഥാനാർത്ഥിയുണ്ട്. അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം, എന്താണ് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം, എങ്ങനെയാണ് ആം ആദ്മി അതിനെ കാണുന്നത്? വളരെ പോസിറ്റീവായിട്ടാണ്. ആ പോസിറ്റീവായിട്ടുള്ള കാഴ്ചപ്പാടിൻ്റെ ഒരു ഉദാഹരണമാണ് ആം ആദ്മി പാർട്ടിയുടെ പ്രസൻസ്. ആം ആദ്മി പാർട്ടി ഉണ്ടായത് തന്നെ രാഷ്ട്രീയ സാഹചര്യത്തിലുള്ള പോസിറ്റീവായിട്ടുള്ളൊരു ഡെവലപ്മെൻറ്റാണ്. രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിൻ്റെ ചൂട് പിടിച്ച സമയമാണ്. എന്തു പറയുന്നു താങ്കളുടെ പാർട്ടി? കോൺഗ്രസ് ഒന്നാം ഘട്ടത്തിൽ തന്നെ പരാജയം സമ്മതിച്ചു കഴിഞ്ഞു. കോൺഗ്രസിൻ്റെ ഏറ്റവും മിടുക്കനായ നേതാവ് ചിദംബരം പറയുന്നു, എനിക്ക് മത്സരിക്കാൻ കഴിയില്ല, എന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഒഴിവാക്കി തരണമെന്ന്. സോണിയാഗാന്ധിയുടെ വലങ്കയ്യായ ജയന്തി നടരാജൻ പറയുന്നു, എനിക്ക് മത്സരിക്കാൻ വയ്യ, തോറ്റുപോകും, എന്നെ മത്സരത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന്. കോൺഗ്രസിന് ഇന്ന് 226 അംഗങ്ങളാണ് ലോക്സഭയിൽ അംഗങ്ങൾ. അവരിൽ 52 പേർ ഇന്ന് കോൺഗ്രസിനെതിരെ മത്സരിക്കുന്ന MP-മാരാണ് എന്നതും കോൺഗ്രസിൻ്റെ പരാജയ ഭീതിയുടെ ഏറ്റവും വലിയ തെളിവാണ്. അങ്ങനെ ഒരു പരാജയം കോൺഗ്രസിനുണ്ടോ? അങ്ങനെ ഒരു പരാജയം കോൺഗ്രസിന് ഇപ്പോൾ നിലവിലുണ്ടോ? ഇത് വാസ്തവത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധിക്ക് രാഷ്ട്രീയ ചരിത്രമറിയില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ്. ഈ തെരഞ്ഞെടുപ്പ് കേവലം ഒരു കക്ഷി രാഷ്ട്രീയത്തിനുപരിയായി കാണാനുള്ള സങ്കുചിതമായ കാഴ്ചപ്പാട് ജനപ്രതിനിധിയായിട്ടുള്ള ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി വെച്ചു പുലർത്തുന്നത് ശരിയല്ല എന്ന എൻ്റെ അഭിപ്രായം. ഇത് രാജ്യത്തിൻ്റെ ജനാധിപത്യവും രാജ്യത്തിൻ്റെ മതേതരത്വവും സംരക്ഷിക്കാനുള്ള തിരഞ്ഞെടുപ്പാണ്. ഇതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു എന്ന് ഇടതുപക്ഷം അവകാശപ്പെട്ടാൽ ആരാണ് വിജയിച്ചത് എന്ന് പറയാനുള്ള ഉത്തരവാദിത്വം കൂടി ഇടതുപക്ഷത്തിനുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ പറയുന്ന സമയത്ത് ഒരു കാരണവശാലും ഇടതുപക്ഷത്തിന് നേട്ടമുണ്ടാക്കാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല, എൻ്റെ പ്രിയ സ്നേഹിതൻ പ്രതിദാനം ചെയ്യുന്ന പാർട്ടി ദേശീയ അംഗീകാരം പോലും നഷ്ടപ്പെടുന്ന ഏറ്റവും പ്രയാസകരമായൊരു സന്ദർഭത്തിൽ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ കോൺഗ്രസ് പരാജയപ്പെടുന്നു എന്നതിൽ ആഹ്ലാദം കണ്ടെത്തുന്നത്. ഏറ്റവും നാണം കെട്ടൊരവസ്ഥയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് രാജ്യത്തിൻ്റെ ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ നയിക്കുന്ന ഐക്യ പുരോഗമന സഖ്യം മഹത്തായ വിജയം നേടും എന്ന കാര്യത്തിൽ ആർക്കും സംശയമാണ്. ആം ആദ്മി പാർട്ടി എന്താണ് ഇത്തവണ വോട്ടർമാരോട് പറയുന്നത്? എങ്ങനെയാണ് നിങ്ങളെ വോട്ടർമാരെ സമീപിക്കുന്നത്? ഞങ്ങൾക്ക് വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ട്. അത് അക്രമരഹിതമായ, അഴിമതിരഹിതമായ, സ്വജനപക്ഷപാതമില്ലാത്ത, അവസരവാദ രാഷ്ട്രീയത്തിന് അതീതമായ ഒരു രാഷ്ട്രീയ സംസ്കാരം ഇവിടെ നിലവിൽ കൊണ്ടുവരിക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഒപ്പം വർഗീയതയ്ക്കെതിരായി നിലകൊള്ളാൻ ഇന്ന് കെൽപ്പുള്ള ദേശീയ തലത്തിലുള്ള ഒരു ആൾട്ടർനേറ്റീവ്, ഒരു ബദൽ ആം ആദ്മി പാർട്ടി മാത്രമേ ഉള്ളൂ എന്ന സത്യം ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി ഇത്തരം സത്യങ്ങൾ മുഖ്യധാര പാർട്ടികൾ, മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾ മനസ്സിലാക്കിയില്ലെങ്കിൽ അത് അവരുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒന്നാണെന്ന് ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ആം ആദ്മിയെ പോലുള്ള ഈ പുതിയ പാർട്ടികളെ പേടിക്കുന്നുണ്ടോ? BJP-ക്കും കോൺഗ്രസിനും എതിരായിട്ടുള്ള വികാരം ഇന്ത്യ രാജ്യത്ത് വളർന്നു വരികയാണ്. കോൺഗ്രസ് ഇന്ന് ശിഥിലമായി. BJP ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ തകർന്ന് തരിപ്പണമാകും. ആ തകർന്ന് തരിപ്പണമാകുന്ന BJP-യും ജനസ്വാധീനം നഷ്ടപ്പെടുന്ന കോൺഗ്രസ്സിന് 16ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ 3 അക്കത്തിലേക്ക് അവരുടെ MP-മാരെത്തില്ല. ഒരുപക്ഷെ 99-ൽ താഴെ. അവിടേക്കാണ് കോൺഗ്രസ് MP-മാർ ലോക്സഭയിൽ വരാൻ പോകുന്നത്. ഈ കോൺഗ്രസിനെതിരായ വികാരവും BJP-ക്കെതിരായ വികാരവും ഡൽഹിയിൽ മുതലെടുക്കാൻ ആം ആദ്മി പാർട്ടിക്ക് കഴിഞ്ഞു എന്നത് അഭിനന്ദനം അർഹിക്കുന്നു. അതിനവരെ അഭിനന്ദിക്കുന്നു. പക്ഷേ
അധികാരത്തിൽ വന്നാൽ രാജിക്കത്തുമായിട്ട് പോക്കറ്റിലിട്ട് നടക്കലല്ല ചുമതല എന്നും അവർ മനസ്സിലാക്കണം. ഏത് പ്രതിസന്ധിയെയും മറികടന്ന് രാജിക്കത്ത് കൊടുക്കാതെ ജനങ്ങൾ അർപ്പിക്കപ്പെട്ട വിശ്വാസത്തിനനുസരിച്ച് അവർ ഭരണം ഡൽഹിയിൽ നടത്തി കാഴ്ചവെച്ചിരുന്നുവെങ്കിൽ ആം ആദ്മി പാർട്ടിക്ക് ഇതിനേക്കാളും മെച്ചപ്പെട്ട സ്ഥിതി ഉണ്ടാവുന്നു. ജനങ്ങളുടെ വിശ്വാസം ആം ആദ്മി പാർട്ടിക്കും നഷ്ടപ്പെട്ടു. ഇന്ന് ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസ് പാർട്ടി ശിഥിലമായപ്പോൾ, BJP തകർന്നപ്പോൾ വളർന്നു വരുന്ന പ്രാദേശിക പാർട്ടികളുണ്ട്. ജനങ്ങളുടെ വികാരങ്ങളോടൊപ്പം നിന്ന് ജനകീയ സമരങ്ങളിൽ നിന്ന് രൂപപ്പെട്ടു വന്ന 11 രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു മുന്നണി ഇന്ത്യ രാജ്യത്ത് യാഥാർത്ഥ്യമായിരിക്കുന്നു. ആ 11 പാർട്ടികൾക്ക് ഇന്നത്തെ ലോകസഭയിൽ പിരിച്ചുവിട്ട ലോകസഭയിൽ അവരുടെ അംഗബലം 243 എന്ന് നാം ഓർക്കണം. ആ 243 പേർ വന്നാൽ തീർച്ചയായും മൂന്നാം ബദൽ കക്ഷി ഇന്ത്യ രാജ്യത്ത് അധികാരത്തിൽ വരും. അങ്ങനെ ഒരു ബദലിന് സാധ്യതയുണ്ടോ? ഇന്ത്യ രാജ്യത്ത് അങ്ങനെ ഒരു ബദൽ സംവിധാനത്തിന് സാധ്യത കാണുന്നുണ്ടോ? അങ്ങനെ ഒരു ബദൽ സാധ്യത ഇല്ല എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ഇടതുപക്ഷക്കാരൻ്റെ കഞ്ഞികുടി മുട്ടും എന്നതാണ് അവസ്ഥ. 10-70 വർഷക്കാലം ഈ രാജ്യത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി. ഇപ്പോൾ ഇരുട്ട് തപ്പുകയാണ് വാസ്തവത്തിൽ എവിടെയാണ് രക്ഷകരായിട്ട് ആരാണ് ഉള്ളതെന്ന് പരിശോധിച്ചിട്ട്. ഈ ആം ആദ്മി പാർട്ടിയെക്കുറിച്ച് വിശേഷിപ്പിച്ചു രാജിക്കത്ത് പോക്കറ്റിലിട്ട് നടന്ന് അവസരം നഷ്ടപ്പെടുത്തി എന്ന്. ഈ രാജിക്കത്ത് പോക്കറ്റിലിടാതെ അത് എഴുതി വെക്കാതെ നടന്ന് 10-70 വർഷക്കാലം ഈ രാജ്യത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ട് എന്ത് നേട്ടമാണ് ഇവർക്ക് ഉണ്ടാക്കാൻ സാധിച്ചതെന്ന് വലിയൊരു ചോദ്യമല്ലേ? എന്ത് നേട്ടമുണ്ടാക്കാൻ സാധിച്ചു? ഇപ്പോൾ ഒരു ദേശീയ കക്ഷി എന്നൊക്കെയുള്ള അംഗീകാരം പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് വാസ്തവത്തിൽ ഞങ്ങൾക്കൊക്കെ വാസ്തവത്തിൽ വലിയ വിഷമമുണ്ട്. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് വാസ്തവത്തിൽ രാജ്യത്ത് ബദൽ ശക്തിയായി, കോൺഗ്രസിന് ബദൽ ശക്തിയായി വരുന്നത് എങ്കിൽ കൂടുതൽ സ്വീകാര്യമാണ്. പക്ഷേ ഇപ്പോൾ വാസ്തവത്തിൽ മഷിയിട്ട് നോക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഈ പാർട്ടി പിന്തള്ളപ്പെടുകയാണ്. അവരുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി തന്നെ പറഞ്ഞത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ 16 സീറ്റ് ഞങ്ങൾ നേടും എന്ന്. കേരളത്തിലല്ല, അഖിലേന്ത്യാ തലത്തിൽ 16 സീറ്റിന് വേണ്ടി മത്സരിക്കുന്ന ആളുകളാണ് 11 കക്ഷികളുള്ള ഒരു മുന്നണി രൂപീകരിച്ച് ഈ രാജ്യത്തിൻ്റെ ഭരണം നിയന്ത്രിക്കാമെന്ന് ആഗ്രഹിക്കുന്നത് സാധ്യമാണോ? ജനം ഈ കാര്യങ്ങളൊക്കെ പരിശോധിച്ചറിയാൻ കഴിവുള്ള കെൽപ്പുള്ള ആളുകളാണ്. ഇവരെ സംബന്ധിച്ച് ഈ രാജ്യത്ത് ജനവിശ്വാസം എന്നേ നഷ്ടപ്പെടുത്തി കഴിഞ്ഞു. അവശേഷിക്കുന്ന സ്ഥലങ്ങളിലും ആ വിശ്വാസം പൂർണ്ണമായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു കാരണവശാലും തിരിച്ചു വരാൻ കഴിയാത്ത രീതിയിൽ ഈ 11 കക്ഷിയെക്കുറിച്ച് സ്വപ്നം കാണുന്ന ആളുകളുടെ അവസ്ഥ എത്തിപ്പെട്ടിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഒരു സംശയവും വേണ്ട, ഈ മതേതരത്വവും ജനാധിപത്യവും ഈ രാജ്യത്തിന് സംഭാവന ചെയ്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ് മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കൂ. സംശയിക്കേണ്ട. ഇടതുപക്ഷ ബദൽ എന്ന ആശയം അതെങ്ങനെയാണ് നിങ്ങൾ നടപ്പാക്കാൻ പോകുന്നത്? ആദ്യം ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ജയദേവൻ പറഞ്ഞ ദേശീയ കക്ഷിയുടെ അംഗീകാരം CPM-ന് നഷ്ടപ്പെടുമെന്നുള്ള വാദം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് മുതൽ ഇങ്ങോട്ട് താഴോട്ടുള്ള എല്ലാവരും അത് പറയാണ്. ഇലക്ഷൻ കമ്മീഷൻ്റെ ആ റൂൾസ് ഇവർ നോക്കിയിട്ടുണ്ടോ? ദേശീയ പാർട്ടിയുടെ അംഗീകാരത്തിന് വേണ്ടി വേണ്ടത് 5% വോട്ട്, 3 സംസ്ഥാനത്തിൽ ജനപ്രാതിനിധ്യം. ഈ ജന്മമുള്ളിടത്തോളം കാലം 3 സംസ്ഥാനങ്ങളിൽ ജനപ്രതിനിധികളില്ലാത്തൊരു കാലം CPM-ന് ഉണ്ടാവില്ല. ബംഗാളിൽ നിന്ന് MP ഉണ്ടാവില്ലേ? കേരളത്തിൽ നിന്ന് MP ഉണ്ടാവില്ലേ? ത്രിപുരയിൽ നിന്ന് MP ഉണ്ടാവില്ലേ? 5 പോൾ ചെയ്ത വോട്ടിൻ്റെ 5% വോട്ട് CPM-ന് കിട്ടില്ലേ? ജനങ്ങൾ എന്തിനാ ഇങ്ങനെ പറഞ്ഞു പറ്റിക്കുന്നത്? ദേശീയ പാർട്ടിയും പൊന്നരിവാളും ചുറ്റിക നക്ഷത്രവും ഞങ്ങളുടെ ചിഹ്നമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഉണ്ടാവും. പിന്നെ മതനിരപേക്ഷത സംരക്ഷിക്കാൻ കോൺഗ്രസിന് കഴിയുമെന്നുള്ളതിൻ്റെ തെളിവാണല്ലോ ഇന്നലെ പുറത്തുവിട്ടത്. ബാബറി മസ്ജിദ് തകർത്തത് നരസിംഹറാവും RSSും ചേർന്നാണ് എന്ന രഹസ്യം ഇന്നലെ പുറത്തു വന്നില്ലേ? ഇവർക്കാണോ മതനിരപേക്ഷത സംരക്ഷിക്കാൻ കഴിയുക? ബാബറി മസ്ജിദ് തകർക്കുന്ന ഗൂഢാലോചന കേസിൽ 1-ാം പ്രതി നരസിംഹറാവു ആണെന്ന് ലോകം ഇന്ന് അറിഞ്ഞിരിക്കുന്നു. ഇന്നലെ ഞങ്ങൾ പറഞ്ഞത് ഇന്ന് തെളിവ് സഹിതം പുറത്തു വന്നിരിക്കുന്നു. ഇവർക്കെങ്ങനെയാണ് മതനിരപേക്ഷത സംരക്ഷിക്കാൻ കഴിയുക? അതുകൊണ്ട് മതനിരപേക്ഷത ഇവർക്ക് സംരക്ഷിക്കാൻ കഴിയില്ല. ഒരു മിനിറ്റ്, എനിക്ക് ആം ആദ്മി പാർട്ടിയോട് ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നത് നേരത്തെ സംസാരിച്ച കാര്യമാണ്. ഈ നിങ്ങൾ എല്ലാ സ്ഥാനം കിട്ടിക്കഴിഞ്ഞിട്ടും എന്തിനാണ് ഇട്ടേച്ച് പോകുന്നത്? ഒരു മിനിറ്റ്, അതുമായിട്ട് ബന്ധപ്പെട്ട് പറയേണ്ടത് ഒരു കാര്യം എനിക്ക് സ്പെസിഫിക് ആയിട്ട് പറയാനുള്ളത്, ഇവിടെ CPM-ന്റെ പ്രസക്തി നഷ്ടപ്പെടുമോ, കോൺഗ്രസിന് സീറ്റുകൾ 3 ആവുമോ 300 ആവുമോ എന്നുള്ളതല്ല വിഷയം. അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമാണത്.
നമുക്ക് വേണ്ടത് വേറെ കാര്യങ്ങളാണ്. രാജിക്കത്തിനെ പറ്റി സൂചിപ്പിച്ചു. രാജിക്കത്തിനെ പറ്റി സൂചിപ്പിക്കുമ്പോൾ എനിക്ക് തിരിച്ചൊരു ചോദ്യം ചോദിക്കാൻ. UPA 1 എന്ന സർക്കാർ നിലവിൽ വന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പുറത്തു നിന്നുള്ള പിന്തുണയോടെയാണ്. അന്ന് ആറ്റോമിക് കരാർ, ന്യൂക്ലിയർ കരാറിൻ്റെ, ആണവ കരാറിൻ്റെ ഒപ്പിടലിനോടനുബന്ധിച്ച് കോമൺ മിനിമം പ്രോഗ്രാമിൽ ബാധിക്കുന്ന കാര്യമല്ല അത് എന്ന ഒരു വ്യവസ്ഥയുടെ പുറത്ത് മാത്രം അന്ന് അവിടുത്തെ സർക്കാരിനോടുള്ള പിന്തുണ പിൻവലിച്ചവരാണ് CPIM അല്ലേ? അത് എന്തിൻ്റെ പേരിലായിരുന്നു? ഒരു ആദർശത്തിൻ്റെ പേരിൽ. സ്വന്തം സമ്മതിദായകരോട്, അവരെ അവിടെ എത്തിച്ച സമ്മതിദായകരോടുള്ള കമ്മിറ്റ്മെൻറ്റിൻ്റെ പുറത്താണ് അവരത് ചെയ്തത്. അതേ ആം ആദ്മി പാർട്ടി സർക്കാരും ചെയ്തിട്ടുള്ളൂ. നമ്മൾ ജനങ്ങളാണ് ഇവിടെ എത്തിക്കുന്നത്. ജനങ്ങളോടല്ലേ ഉത്തരം പറയേണ്ടത്? അല്ലാതെ 100 കോടി രൂപ ചെലവ് വരുന്ന ഒരു ഇലക്ഷൻ തലയിൽ കെട്ടിവെക്കാൻ മടിച്ചുകൊണ്ട് കോംപ്രമൈസ് ചെയ്ത് 1,75,000 കോടിയുടെ കറപ്ഷൻ ചെയ്യല്ല വേണ്ടത്. മഹാസംസ്ഥാനങ്ങളിൽ കോൺഗ്രസിൻ്റെ അവസ്ഥ, ഗാന്ധി ജനിച്ചെടുത്ത് പോലും നിൽക്കാൻ പറ്റാത്ത മോഡിയെ വളർത്താൻ അവസരം ഉണ്ടായി കൊടുത്തവരാണ് കോൺഗ്രസ്സുകാർ. എന്നിട്ടാണ് അവരിവിടെ വേവലാതിപ്പെടുന്നത്. അല്ല, അങ്ങനെ ഒരു നിലപാടുണ്ടോ? കേന്ദ്രത്തിൽ അങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ടോ UPAക്ക്? ഇവിടെ ഇപ്പോൾ ഗുജറാത്തിലൊക്കെ കാര്യം പറയുന്നു, മറ്റുള്ള സംസ്ഥാനങ്ങളിൽ പറയുന്നത് ഈ പറയുന്ന ആളുകൾക്കൊക്കെ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം അറിയാം. ഇവിടെയൊക്കെ ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുണ്ടായിരുന്നു. ആദ്യത്തെ ഇന്ത്യൻ പാർലമെൻറ്റ് 1952 തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുതിയ ഗവൺമെൻറ് രൂപീകരണമായി ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയാകുന്ന സമയത്ത് സംയുക്ത പ്രതിപക്ഷത്തിൻ്റെ നേതാവായി ശ്രീ AK ഗോപാലനാണ് പ്രതിപക്ഷ സ്ഥാനത്തിരുന്നത്. അന്ന് കോൺഗ്രസിന് ബദൽ രാഷ്ട്രീയം പ്രചരിപ്പിക്കാൻ അവസരമുണ്ടായിട്ട്, ഇത് കോൺഗ്രസ് കൊടുത്ത അവസരമാണല്ലോ. 1947 കോൺഗ്രസ് അധികാരം കിട്ടിയപ്പോൾ അധികാരം കൈമാറി കിട്ടിയ കോൺഗ്രസ് നേതൃത്വമാണ് ജനാധിപത്യം രാജ്യത്ത് സംഭാവന ചെയ്തത്. അങ്ങനെ അവസരം കിട്ടിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്നിപ്പോൾ പറയുന്ന BJPക്കും മറ്റിതര കക്ഷികൾക്കും പുറകിൽ എവിടെ പോയി നിൽക്കുന്നു? ഒരു കാലത്ത് ഈ BJPയെ വളർത്തിക്കൊണ്ടുവരാൻ 1977 പരസ്യമായും 1989 രഹസ്യമായും കൂട്ടുകൂടിയ ആളുകളാണ് ഇവർ. 1977 മൊറാർജി ദേശായിയുടെ ഗവൺമെൻറ്റിൽ വാർത്താ വിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രിയാണ് ശ്രീ LK അദ്വാനി. അന്ന് വിദേശകാര്യ വകുപ്പ് മന്ത്രിയാണ് ശ്രീ വാജ്പേയി. അന്നത്തെ ജനതാ പാർട്ടിയിൽ RSSും ജനസംഘം മഹാത്മാഗാന്ധിയുടെ ഘാതകരൊക്കെ കൂടിച്ചേർന്ന ജനതാ പാർട്ടിക്ക് പ്രത്യക്ഷമായി പിന്തുണ കൊടുത്ത ആളുകളാണ് കമ്മ്യൂണിസ്റ്റുകാർ. അങ്ങനെ ചരിത്രത്തിൽ കിട്ടിയ സന്ദർഭങ്ങളൊക്കെ ഇന്ത്യ രാജ്യത്തിനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുമെതിരായി മാത്രം രാഷ്ട്രീയ പ്രവർത്തനം നടത്തി അവസാനം പടവലങ്ങ പോലെ താഴോട്ട് വളർന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം വാസ്തവത്തിൽ തെരഞ്ഞെടുപ്പോടുകൂടി അപ്രത്യക്ഷമാകും. ശ്രീ MLA പറഞ്ഞൊരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ സംസ്ഥാനത്ത് ജനപ്രതിനിധികൾ ഉണ്ടാവില്ലേ, പാർലമെൻറ്റിലേക്ക് പോകില്ലേ എന്നൊക്കെ ചോദിച്ചാൽ ഇല്ലാത്ത ചരിത്ര സന്ദർഭവും തിരഞ്ഞെടുപ്പും ഈ കേരളത്തിൽ ഉണ്ടായിരുന്നു 1977 എന്ന കാര്യം വിസ്മരിക്കേണ്ട. ഈ തിരഞ്ഞെടുപ്പ് അതിന്റെ ആവർത്തനമാകും എന്ന് കൂടി പറയുന്നു. അദ്ദേഹത്തിന്റെ ചോദ്യത്തിനോട് എനിക്ക് ആം ആദ്മി പാർട്ടി അധികാരത്തിൽ വന്നതിനെ പറ്റി പറഞ്ഞല്ലോ, കോൺഗ്രസിന്റെ സപ്പോർട്ടോടെ. അതേ എനിക്ക് തിരിച്ചു ചോദിക്കാൻ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഇത് നമ്മൾ വളരെ ഷോർട്ട് ടേം മെമ്മറി, വളരെ ചെറിയ മെമ്മറിയാണ് ജനങ്ങൾക്കുള്ളത് എന്നുള്ളത്. അതല്ല കാരണം കോൺഗ്രസിനെ എതിർത്ത് ഇവിടെ ജയിച്ച MP-മാരല്ലേ അവിടെ പോയി കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്ത് അവിടെ UPA 1 സർക്കാർ ഉണ്ടാക്കിയത്? ഒന്ന്. രണ്ടാമത്തെ ഉത്തരം പറയാം. രണ്ടാമത്തെ ഉത്തരം, കോൺഗ്രസിനോട് ഞങ്ങൾ പോയി ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ യാചിച്ചിട്ടില്ല. കോൺഗ്രസ് ഞങ്ങൾക്കുമല്ല സപ്പോർട്ട് തന്നത്. കോൺഗ്രസ് ചെയ്തത് ലെഫ്റ്റനന്റ് ഗവർണറിന് എഴുതി കൊടുക്കുകയാണ്, നിരുപാധികമായ സപ്പോർട്ട് ഞങ്ങൾ ആം ആദ്മി പാർട്ടിയുടെ സർക്കാരിന് കൊടുക്കുകയാണെന്ന് പറഞ്ഞ് ലെഫ്റ്റനന്റ് ഗവർണർ കൊടുക്കുമ്പോൾ ലെഫ്റ്റനന്റ് ഗവർണർ വിളിച്ച് പറയുകയാണ് നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ട്, നിങ്ങൾ ഗവൺമെന്റ് രൂപീകരിക്കും. എന്നിട്ടും നമ്മൾ ചോദിച്ചു ഇതെന്താ പറ്റുന്നത്? അല്ല, ജനാധിപത്യ സംവിധാനത്തിൽ അങ്ങനെ സപ്പോർട്ട് കൊടുക്കേണ്ടി വരും. UPAക്ക് സപ്പോർട്ട് കൊടുത്തല്ലോ. പറയൂ. ഞങ്ങൾ UPA 1 പിന്തുണ കൊടുത്തു. ആ സാഹചര്യം ജനങ്ങളാരും മറക്കാൻ പാടില്ല. ആർക്കും ഭൂരിപക്ഷമില്ലാത്തൊരവസ്ഥ, ഇന്ത്യ രാജ്യത്ത് ഭരണഘടനാപരമായൊരു പ്രതിസന്ധി, രാജ്യം ഭരിക്കാൻ BJP അപ്പുറത്ത് നിൽക്കുക, BJP അധികാരത്തിൽ നിന്ന് താഴെയിറക്കാനും BJP വരാതിരിക്കാനും ഇന്ത്യയുടെ മതനിരപേക്ഷത കാത്തുസൂക്ഷിക്കാനും ഞങ്ങളുടെ മുമ്പിൽ ഒരു മാർഗമേ ഉള്ളൂ. കോൺഗ്രസിൻ്റെ സർവാധിപത്യം തകർക്കാനും
കോൺഗ്രസിനെ തകർക്കാനും വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നു. ഈ രാജ്യത്തിൻ്റെ മതനിരപേക്ഷത തകർക്കാതിരിക്കാൻ, BJP അധികാരത്തിൽ വരാതിരിക്കാൻ കോൺഗ്രസിനെ അധികാരത്തിലേക്കാൻ പിന്തുണ കൊടുക്കേണ്ടി വന്നു. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ ചരിത്ര സംഭവമാണ്. അന്ന് ഞങ്ങളോട് പറഞ്ഞു ബഹുമാന്യായ സോണിയാഗാന്ധി AKG ഭവനിൽ വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ സീതാറാം യെച്ചൂരി MP ആണ്, നിങ്ങളുടെ മിടുക്കന്മാരായ ഒരുപാട് MP-മാരുണ്ട്, നിങ്ങളിൽ ആരെയെങ്കിലും ഒരു കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കണം, അയക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞത്, ഞങ്ങൾക്ക് കേന്ദ്രമന്ത്രി സ്ഥാനം ഒന്നും വേണ്ട, ഇവിടുത്തെ പട്ടിണി പാവങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു നയപരിപാടിയുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോയാൽ മാത്രം മതി, ഞങ്ങൾക്ക് മന്ത്രിസ്ഥാനം വേണ്ട എന്ന് പറഞ്ഞതാണ് CPM-ന്റെ നിലപാട്. എന്നിട്ട് 2004-ൽ ഞങ്ങൾ പട്ടിണി പാവങ്ങളോടൊപ്പം നിൽക്കും, CPIM പറയുന്ന, ഇടതുപക്ഷം പറയുന്ന നിലപാടിൻ്റെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിലിരുന്ന UPA മന്ത്രിസഭ എന്താ ചെയ്തതെന്നറിയോ? BJP-യുമായി രഹസ്യമായി ധാരണയുണ്ടാക്കി മൻമോഹൻ സിംഗിൻ്റെ മന്ത്രിസഭ. 2 പൊതു മിനിമം പരിപാടി ലംഘിച്ചു, കോർപ്പറേറ്റുകളുമായിട്ട് സന്ധി ചേർന്നു. അത്തരം സന്ദർഭത്തിൽ ജനങ്ങളെ രക്ഷിക്കാൻ, ഇന്ത്യയെ രക്ഷിക്കാൻ പിന്തുണ പിൻവലിക്കുകയല്ലാതെ മറ്റൊരു മാർഗവും ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഞാൻ അംഗീകരിക്കുന്ന കാര്യമാണ്. നമ്മളത് ശരിയാണെന്നാണ് പറഞ്ഞു വന്നത്, നമ്മളത് തെറ്റാണെന്ന് പറഞ്ഞില്ല. ഇങ്ങോട്ട് ചോദ്യം ചോദിച്ചപ്പോൾ നിങ്ങളത് ചെയ്തിട്ടില്ലേ ചോദിച്ചുള്ളൂ. പ്രശ്നം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഈ സ്ഥാനാർത്ഥി ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ നിരവധി ജനകീയമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതിലൊന്ന് ഗെയിൽ വാതക പൈപ്പ് ലൈനെതിരെ 18 പഞ്ചായത്തുകളിൽ നടക്കുന്ന സമരത്തിന് തുരങ്കം വെക്കാനാണ് ഇവിടുത്തെ UDF-ഉം LDF-ഉം ശ്രമിച്ചത്. അതിൽ BJP-യാണ് കുറച്ചെന്തെങ്കിലും സഹായം അവർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ വേറെ ഒരു ജനകീയമായിട്ടുള്ള പ്രശ്നമാണ് പ്ലാച്ചിമട കൊക്കക്കോള സമരം. കൊക്കക്കോള എതിരെ സമരം. ഞാൻ പ്ലാച്ചിമട ഐക്യദാർഢ്യ സമിതിയുടെ ജനറൽ കൺവീനറാണ്. അവിടെ ഈ പ്ലാച്ചിമട നഷ്ടപരിഹാര ട്രൈബ്യൂണൽ ബില്ല് 2003 ഫെബ്രുവരി 24-ന് നിയമസഭ ഏകീകണ്ഠേന പാസ്സാക്കിയിട്ടും ഇത് നടപ്പിലാക്കാൻ ആവശ്യമായ ഒരു നടപടിയും ഇവിടെ ഇടതുപക്ഷവും വലതുപക്ഷവും അതുപോലെ തന്നെ BJP-യും ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇതുപോലെയുള്ള നിരവധി ജനകീയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ചർച്ച ചെയ്യാതെ ഇടതുപക്ഷം വലതുപക്ഷത്തെ കുറ്റം പറയുന്നു, വലതുപക്ഷം BJP-യെ കുറ്റം പറയുന്നു, BJP ഇടതുപക്ഷത്തെ കുറ്റം പറയുന്നു. ഇവിടുത്തെ ജനകീയമായ പ്രശ്നങ്ങളിൽ ഇവർ ഇടപെടാനുള്ള വിമുഖത കാണിക്കാതെ ഇലക്ഷൻ വരുമ്പോൾ വോട്ട് തണ്ടി നടക്കാൻ മാത്രമുള്ള ഒരു ശൈലിയിലേക്കും സംസ്കാരത്തിലേക്കുമാണ് പോകുന്നത്. ഇതിനെക്കുറിച്ച് ഇവർക്ക് എന്താണ് പറയാനുള്ളത്? പറയൂ. ഇതിന് കൃത്യമായ മറുപടി പ്ലാച്ചിമട സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ മുൻനിര സമരക്കാരനായിരുന്ന ശ്രീ MP വീരേന്ദ്രകുമാറാണ് ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. അത് MP വീരേന്ദ്രകുമാർ ഈ സമരത്തെ വഞ്ചിച്ചതാണ്. സ്വീകാര്യമല്ല. 5 വർഷമായി പ്ലാച്ചിമട ട്രൈബ്യൂണൽ ബിൽ നടപ്പാക്കാൻ UDF സർക്കാർ എന്താണ് ചെയ്തത്? നയം വ്യക്തമാക്കണം ജയദേവൻ. ജയദേവൻ ഒന്നാമത്തെ കാര്യം നയം വ്യക്തമാക്കുകയല്ല ജയദേവൻ്റെ ചുമതല. ജയദേവൻ എൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാട്, ഞാൻ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സമീപനങ്ങൾ വെളിപ്പെടുത്തും, നയമല്ല അവിടെ പ്രഖ്യാപിക്കുന്നത്. ഇതിന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പ്ലാച്ചിമട സമരം നടന്ന കാലഘട്ടം ഏതാ? അന്ന് ആരാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി? ആ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിച്ചു? ഇപ്പോൾ കഴിഞ്ഞ 3 വർഷമായി ഭരണത്തിലിരിക്കുന്ന ഗവൺമെൻറ്റിനെ കുറ്റം പറയുന്നതിന് മുമ്പ്, അതിനു മുമ്പ് ഈ സമരം ഏറ്റവും തീവ്രമായി നടന്നിരുന്ന കാലഘട്ടത്തിൽ ഭരണത്തിലിരുന്ന ഗവൺമെൻറ് എന്ത് ചെയ്തു എന്നതിനെ കുറിച്ച് ചിന്തിക്കണ്ടേ? എന്തുകൊണ്ട് ആ വിഷയത്തിൽ പുറകോട്ട് നിന്നു ആ ഗവൺമെന്റ് എന്ന് ഉത്തരം പറയാൻ കൂടി തയ്യാറാകണം. ആ ഗവൺമെന്റ് പുറകോട്ട് നിന്നതുകൊണ്ട് നിങ്ങൾ പുറകോട്ട് പോകാൻ കാരണമാണോ? ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് സംശയം വേണ്ട. കഴിഞ്ഞ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് വീഴ്ച വരുത്തിയ സംഭവം ഈ ഗവൺമെന്റിന് തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമം ആക്ഷേപകരമാണ്. അന്ന് തീരുമാനം കൈക്കൊള്ളാനും നടപടിയുമായി മുന്നോട്ട് പോകാനും എന്തുകൊണ്ട് സാധിച്ചില്ല എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഈ ഗവൺമെന്റിനെ സംബന്ധിച്ച് ഈ ഗവൺമെന്റിന്റെ കാലാവധി പൂർത്തിയായിട്ടില്ല. ഈ ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ്. ഈ ഗവൺമെന്റിന്റെ കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് സുനിശ്ചിതമായ നടപടികൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. ഇക്കാര്യത്തിൽ ഞങ്ങളുടെ കൈയും മറ്റുള്ള ആളുകളുടെ കൈയൊന്നും കൂട്ടിക്കെട്ടിയിട്ടില്ല. ഞങ്ങൾ തീരുമാനമാണ്. പ്ലാച്ചിമട സമരവുമായി ബന്ധപ്പെട്ട് പ്ലാച്ചിമടയിലെ ജനങ്ങളുടെയും കേരളത്തിലെ ജനങ്ങളുടെയും വികാരങ്ങൾ ഉയർത്തിയ അങ്ങേക്ക് നന്ദി. പ്ലാച്ചിമട സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്നിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ്
ബഹുമാന്യനായ സഖാവ് VS-ന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ആദ്യമായി പ്ലാച്ചിമട ട്രിബ്യൂണൽ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള നിയമനിർമ്മാണം നടപ്പാക്കിയത്. ആ നിയമനിർമ്മാണ സഭയിൽ നിയമ ഭേദഗതിക്ക് വേണ്ടി ക്ലോസ് ബൈ ക്ലോസിൽ പങ്കെടുത്ത് ചർച്ചയിൽ പങ്കെടുത്ത് ഭേദഗതി കൊടുത്ത ഒരാളാണ് ഞാൻ. ആ നിയമനിർമ്മാണ സഭയിൽ നിയമസഭയിൽ പ്ലാച്ചിമട ട്രിബ്യൂണൽ ഐക്യകണ്ഠേനയാണ് കേരള നിയമസഭ അംഗീകരിച്ചത്. ഐക്യകണ്ഠേന അത് അംഗീകരിപ്പിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് VS-ഉം അന്നത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ ഉമ്മൻചാണ്ടിയും ചേർന്ന് ഒരുമിച്ച് ചർച്ച ചെയ്ത് ഏകീകരിച്ച് സമവായമുണ്ടാക്കി പ്ലാച്ചിമടയിലെ ജനങ്ങളുടെ വികാരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നിയമനിർമ്മാണം നടപ്പാക്കാൻ ശ്രമിച്ച ഗവൺമെൻറ്റാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് എന്ന് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കണം. 2, അത്തരമൊരു നിയമം പാസ്സാക്കി ഗവർണറുടെ അംഗീകാരത്തോടു കൂടി നിയമസഭയിൽ വെച്ച് അത് പാസ്സാക്കി ഗവർണറെ കൊണ്ട് ഒപ്പിടിപ്പിച്ച് ഇന്ത്യൻ യൂണിയൻ പ്രസിഡന്റിൻ്റെ അംഗീകാരത്തിന് അയച്ച ശേഷം എന്തുകൊണ്ട് ഇന്ത്യ രാജ്യം ഭരിക്കുന്ന കോൺഗ്രസ് ഗവൺമെൻറ് ആ നിയമത്തിന് അംഗീകാരം നൽകിയില്ല? ഉമ്മൻചാണ്ടിയുടെ വോട്ടുകൊണ്ട്, കോൺഗ്രസിൻ്റെ വോട്ടുകൊണ്ട്, ലീഗിൻ്റെ വോട്ടുകൊണ്ട് ഇടതുപക്ഷം പൈലറ്റ് ചെയ്ത ആ നിയമം നടപ്പാക്കാൻ എന്താ ഇച്ഛാശക്തി കേരളത്തിലെ UDF കാണിക്കാത്തത് എന്നതിനാണ് ഇവിടെ ഉത്തരം പറയേണ്ടത്. വേറൊരു വിഷയം എന്താ വെച്ചാൽ ഇതിൽ വേറെ ഒരു വിഷയം, ഒരു ചോദ്യത്തിന് ശേഷം ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം പെട്ടെന്ന് മടങ്ങിയെത്തി ഈ ചർച്ച നമുക്ക് തുടരാം. നുജും ഏവിയേഷൻ ജോയിന്റ് ആസ് ടു ബിക്കം എ പൈലറ്റ്. അതിരറ്റ ആഗ്രഹങ്ങളെ ആകാശത്ത് തളയ്ക്കൂ. മികവുറ്റ പൈലറ്റാകാൻ ഞങ്ങളെ വിളിക്കൂ. ഫോൺ 9902 911544 095 38998544. ഞങ്ങളുടെ ഇമെയിൽ വിലാസം info@nujum.co.in. വെബ്സൈറ്റ് www.nujum.co.in. പ്രശാന്ത സുന്ദരമായ അന്തരീക്ഷത്തിൽ സ്വർഗീയ ചാരുതയാർന്ന സൗധങ്ങൾ സ്വന്തമാക്കാൻ ഹരിദാസ് ബിൽഡേഴ്സ് ഒറ്റപ്പാലം. 14 വർഷത്തെ സ്തുത്യർഹമായ സേവനം. കംപ്ലീറ്റഡ് പ്രോജക്ട്സ്: സിംഫണി അപ്പാർട്ട്മെന്റ്സ്, സിംഫണി ടവർ, സിംഫണി ഹോംസ് ഗോൾഡ്, സിംഫണി പ്ലാറ്റിനം, സിംഫണി വില്ല A and B, സിംഫണി റെസിഡൻസി ബ്ലോക്ക് A and B, സിംഫണി ഗാർഡൻസ് ഹോം, Symphony Valley View. Ongoing projects: Symphony Residency Block C. Upcoming project: a premium residential enclave near Thotakara Post Office, Ottapalam. Features: 2 lifts, generator backups, basement car parking, recreation club, walking space, CCTV and security service. സ്വപ്നഗ്രഹങ്ങൾ നൽകി സന്തോഷം സമ്മാനിക്കുന്നു. ഹരിദാസ് ബിൽഡേഴ്സ്, സിംഫണി ടവർ, കോൺവെന്റ് റോഡ്, ഒറ്റപ്പാലം. ഹാപ്പിനെസ് ഫോർ എവർ. വിജയത്തിലൂന്നിയ ചുവടുകൾ ഉറപ്പിച്ച് മുന്നോട്ടുള്ള പ്രയാണം നടത്തുന്ന ഒറ്റപ്പാലം കോപ്പറേറ്റീവ് അർബൻ ബാങ്ക് പിറന്നു വീണ നാൾ മുതൽ 75 വർഷത്തെ യാത്രയിൽ പിന്തിരിഞ്ഞു നോക്കുമ്പോൾ സേവനത്തിന്റെ കണക്കുകൾ മാത്രം നിരത്താൻ കഴിഞ്ഞത് ബാങ്കിന്റെ പ്രത്യേകതയും ബാങ്കിലെ അംഗങ്ങളുടെ പ്രവർത്തന മികവ് കൊണ്ട് മാത്രം. പ്ലാറ്റിനം ജൂബിലിയുടെ മഹോത്സവ നാളിൽ ഒറ്റപ്പാലം ജനതയ്ക്കായി കാഴ്ചവെക്കുന്നതും മറ്റൊരു കൗതുകം. സഹകരണ ബാങ്കിംഗ് രംഗത്ത് ആദ്യ ATM ഒറ്റപ്പാലം കോപ്പറേറ്റീവ് അർബൻ ബാങ്ക്, മെയിൻ റോഡ്, ഒറ്റപ്പാലം. റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള അർബൻ ബാങ്ക്. മറ്റു ബാങ്കുകളുമായി ATM പങ്കുവയ്ക്കാൻ കഴിയുന്ന കേരളത്തിലെ ആദ്യത്തെ സഹകരണ ബാങ്ക്. 9ഓളം ശാഖകൾ. മോർണിംഗ് ഈവനിംഗ് ബ്രാഞ്ച്, ഒറ്റപ്പാലം. ദി ഒറ്റപ്പാലം സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിന് താലൂക്കിലെ മികച്ച സഹകരണ ബാങ്കിനുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ പ്രത്യേകതകൾ: സൗഹാർദ്ദപരമായ പെരുമാറ്റം, ലോക്കർ സൗകര്യം, നിക്ഷേപങ്ങൾക്ക് ഉയർന്ന പലിശ. ജനസ്പന്ദനത്തിലേക്ക് നിങ്ങളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. അടുത്ത ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത് ആം ആദ്മിയുടെ സ്ഥാനാർത്ഥിയോടും UDFന്റെ പ്രതിനിധിയോടാണ്. കാരണം ആം ആദ്മി ഒരു സാധാരണക്കാരൻ്റെ പാർട്ടിയാണെന്ന് പറയുന്നു. ഈ ഇലക്ഷനിൽ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ പ്രസക്തമല്ലെങ്കിലും ആം ആദ്മി പാർട്ടി ഈയിടെ നടത്തിയ ബാംഗ്ലൂർ ഡിന്നറിൽ വെറും സാധാരണക്കാരൻ്റെ പാർട്ടിയായിട്ടുള്ള ആ പാർട്ടി 20,000 രൂപ ഫണ്ട് വാങ്ങിച്ചിട്ടാണ് ഒരാൾക്ക് ഭക്ഷണം കൊടുത്തിരുന്നത്. എന്തിനാണ് കേജ്രിവാൾ ഇത്തരത്തിലുള്ള ഒരു തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്? സന്തോഷം, ആ ചോദ്യം ചോദിച്ചതിൽ സന്തോഷം. കാരണം വെച്ചാൽ നമുക്ക് വളരെ വ്യക്തമായ നയമുണ്ട്. കാരണം 20,000 രൂപയ്ക്ക് ഒരു നേതാവിൻ്റെ കൂടെ ഇരുന്ന് ആഹാരം കഴിച്ചു, അതിന് 20,000 രൂപ ഡൊണേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഡൊണേഷൻ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അതൊരു ക്യാമ്പയിനായിട്ട് നടത്തിയതാണ്. ഈ ക്യാമ്പയിൻ നടത്തുമ്പോൾ 20,000 രൂപ ടേബിളിൻ്റെ അടിയിൽ കൂടിയല്ല തരുന്നത്. ഈ 20,000 രൂപ അക്കൗണ്ട് ചെയ്യുന്നു. ആ 20,000 രൂപയ്ക്ക് കൊടുക്കുന്ന റെസീറ്റ് അദ്ദേഹത്തിന് ഇൻകം ടാക്സ് ക്ലെയിം ചെയ്യാൻ പറ്റും. ഒരു മിനിറ്റ് ഞാനൊന്ന് മുഴുവനാക്കട്ടെ. പറയട്ടെ, അദ്ദേഹം പറയട്ടെ. ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളുടെ കയ്യിൽ 20,000 രൂപ കൊടുത്തിട്ട് ഭക്ഷണം കഴിക്കാനുള്ള കെൽപ്പില്ലാത്ത ഒരാളാണ്. ഞാനൊന്ന് പറയട്ടെ.
പറഞ്ഞു കഴിഞ്ഞ് ചോദിക്കാം. പിന്നെ ഒരു ആദ്യത്തെ തെറ്റിദ്ധാരണ മാറ്റണം. ആം ആദ്മി എന്ന് പറഞ്ഞാൽ സാധാരണക്കാരനാണ്, പാവപ്പെട്ടവനല്ല. അത് മനസ്സിലാക്കുക. പാവപ്പെട്ടവൻ മാത്രമല്ല ഇവിടെ ജീവിക്കുന്നത്, എല്ലാത്തരം ആളുകളും. നിങ്ങളും ഞാനും ആം ആദ്മിയാണ്. ഒരു മിനിറ്റ് അത് മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം, പിന്നെ ഈ പാവപ്പെട്ടവർക്ക് കൊടുക്കാനുള്ള വേദിയുണ്ട്. 1 രൂപ തൊട്ട് 500 രൂപ വരെയും 1000 രൂപ വരെയും കൊടുക്കുന്നവരുണ്ട്. എൻ്റെ വെബ്സൈറ്റിൽ പോയി നോക്കൂ. എനിക്ക് തന്ന അക്കൗണ്ടിലുള്ള കാശ് 7000-8000 രൂപ വന്നിട്ടുണ്ട്. ആ 8000 രൂപ ആരൊക്കെ തന്നിട്ടുണ്ട്, എവിടുന്ന് തന്നിട്ടുണ്ട് എന്നുള്ള വ്യക്തമായ ചിത്രം ഇവിടെയുണ്ട്. നമ്മൾ ആരെയും കാണിക്കാൻ, അല്ലാതെ കോറി മുതലാളികളുടെ അടുത്ത് പോയി ലക്ഷക്കണക്കിന് രൂപ വാങ്ങിയല്ല നമ്മൾ ചെയ്തിട്ടുള്ളത്. സ്ഥാനത്ത് നിങ്ങൾക്ക് 8000 രൂപ അങ്ങനെ പലരും തന്നിട്ടുണ്ടെങ്കിൽ ആ കാശ് കൊണ്ടാണോ നിങ്ങൾ കെൽക്കോ റെസിഡൻസിയിൽ റൂം എടുത്ത് താമസിക്കുന്നത്? അതും പറയാം. നമ്മൾ എന്ത് ചെലവ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് അക്കൗണ്ടഡ് ആണ്. അതിനുള്ള എമൗണ്ടും സോഴ്സും തരുന്ന ആൾക്കുള്ള റെസീറ്റും എല്ലാം അവൈലബിൾ ആണ് സ്ക്രൂട്ടിനിക്ക്. മനസ്സിലാവുന്നുണ്ടോ? അത് നമ്മൾ ആരെയും പറ്റിക്കാനല്ല ഈ പണി ചെയ്യുന്നത്. അതായത് കോറി മുതലാളികളുടെ അടുത്ത് പോയി ലക്ഷക്കണക്കിന് രൂപ വാങ്ങാൻ ഞങ്ങൾ തയ്യാറല്ല. വ്യക്തമാണ്. UDF പ്രതിനിധിയോട് ചോദ്യം. കാരണം ഈ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ ഇപ്പോഴത്തെ LDFന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള MP രാജേഷ്, ഈ ചുറുചുറുക്കുള്ള ഈ MP രാജേഷിന് നിരവധി ബഹുമതികൾ നല്ല MP എന്ന രീതിയിൽ ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തോട് മത്സരിക്കാൻ, ഇവിടുത്തെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കാൻ ഒരു കോൺഗ്രസ്സുകാരനും തയ്യാറല്ലാത്തതുകൊണ്ട് അങ്ങ് കൽപ്പറ്റയിൽ നിന്ന് MP വീരേന്ദ്രകുമാറിനെ ഇറക്കി. ആ MP വീരേന്ദ്രകുമാർ മത്സരിക്കാൻ വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞു, എനിക്ക് പേടിയാണ്, കാരണം പാലക്കാട് തോറ്റുപോകുമെന്ന്. ആ അവസ്ഥയിൽ നിങ്ങൾ അദ്ദേഹത്തിന് കൊടുത്തൊരു വാക്ക്, തോറ്റാലും നിങ്ങളെ രാജ്യസഭ MP ആക്കുമെന്നാണ്. ഇത്തരത്തിലൊരു വാക്ക് യഥാർത്ഥത്തിൽ കോൺഗ്രസ് കൊടുത്തിട്ടുണ്ടോ? ശ്രീ വീരേന്ദ്രകുമാറിനെയും ഈ വ്യക്തിക്ക് അറിയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. വീരേന്ദ്രകുമാർ 2009 വരെ ഇടതുപക്ഷത്തിൻ്റെ ശക്തരായ നേതാവാണ് കേരളം. ഇടതുപക്ഷ മുന്നണിയുടെ കൺവീനറായിരുന്ന ഒരു കാലത്ത് ശ്രീ അഴീക്കോടൻ രാഘവൻ മരിച്ച സമയത്ത് അദ്ദേഹം MP വീരേന്ദ്രകുമാറാണ് ഇടതുപക്ഷത്തിൻ്റെ കൺവീനർ. അതിനുശേഷമുള്ള രാഷ്ട്രീയ കാലഘട്ടങ്ങളിലും ഇടതുപക്ഷത്തിൻ്റെ ശക്തനായ വക്താവായിരുന്നു ശ്രീ MP വീരേന്ദ്രകുമാർ. ശ്രീ MP വീരേന്ദ്രകുമാർ 2009 ഐക്യ ജനാധിപത്യ മുന്നണിയോടൊപ്പം വരുന്നത്. അതിനുശേഷമാണ് ഈ മാർസിസ്റ്റുകാർക്ക് MP വീരേന്ദ്രകുമാറിനെ സംബന്ധിച്ച് അന്യനാട്ടുകാരനും അദ്ദേഹം കൽപ്പറ്റക്കാരനൊക്കെ മാറുന്നത്. ശ്രീ EMS ശങ്കരൻ നമ്പൂതിരിപ്പാട് പട്ടാമ്പിയിൽ മത്സരിക്കുമ്പോൾ അന്ന് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ആളാണ് ശ്രീ MP വീരേന്ദ്രകുമാർ. അതുപോലെ തന്നെ പാലക്കാട് ശ്രീ നായനാർ ഉൾപ്പെടെയുള്ള ആളുകൾ മത്സരിക്കുന്ന സമയത്തൊക്കെ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുത്ത ആൾ ശ്രീ MP വീരേന്ദ്രകുമാറാണ്. ഇവർ പ്രചരണത്തിൽ വരികയും വോട്ട് അഭ്യർത്ഥിക്കുകയൊക്കെ ചെയ്ത സമയത്ത് MP വീരേന്ദ്രകുമാർ അന്യനാട്ടുകാരനല്ല. അതുപോലെ തന്നെ അദ്ദേഹം MP വീരേന്ദ്രകുമാറിൻ്റെ ബയോഡാറ്റ പഠിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. 74 വയസ്സാണ് ശ്രീ MP വീരേന്ദ്രകുമാറിന്. അദ്ദേഹം എഴുതി കൊടുത്ത അഫിഡവിറ്റിൽ പറഞ്ഞിട്ടുള്ള നാമനിർദ്ദേശ പത്രികയിൽ പറഞ്ഞിട്ടുള്ള 74 വയസ്സാണ് എന്ന്. പാർലമെന്റിലേക്ക് മത്സരിക്കുന്നത് ഒരു കടന്ന പ്രായമാണ് എന്ന ചിന്താഗതി എനിക്കത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പല്ല. UDFന്റെ പ്രതിനിധിയായിട്ടുള്ള ആളോടാണ് ചോദിക്കാനുള്ളത്. ഒന്നാമത്തെ കാര്യം, പാലക്കാട് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി MP വീരേന്ദ്രകുമാർ മുൻകാലങ്ങളിൽ UDFനെതിരെയും പ്രത്യേകിച്ച് കോൺഗ്രസിനെതിരെയും കൃത്യമായ നിലപാടുകളും കോൺഗ്രസിൻ്റെ നയങ്ങളെ കൃത്യമായി എതിർത്തിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിൽ ഗാട്ടും കാണാച്ചാരടും പോലുള്ള പുസ്തകങ്ങൾ, അതുപോലത്തെയുള്ള പുസ്തകങ്ങളിലൊക്കെ കോൺഗ്രസിനെ കൃത്യമായി വിമർശിക്കുകയും ഇതിൻ്റെ നയങ്ങളെ നഖശികാന്തം എതിർത്ത ഒരാളാണ്. എൻ്റെ ചോദ്യം ഇതാണ്, ആ നിലപാടുകളെ കോൺഗ്രസ് പാർട്ടി ഇന്ന് അംഗീകരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ വീരേന്ദ്രകുമാർ ആ നിലപാടുകൾ ഇന്ന് തള്ളി പറയാൻ തയ്യാറുണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. ഒരു ചോദ്യം കൂടി. ഒന്നാം UPA ഇവിടെ അധികാരം ഒഴിയുമ്പോൾ ഇന്ത്യ രാജ്യത്ത് മറ്റേ നിത്യോപയോഗ സാധനങ്ങളുടെ വില നമുക്കറിയാം. പ്രത്യേകിച്ച് ഇപ്പോൾ പെട്രോളിനൊക്കെ 44 രൂപയാണ് ഒന്നാം UPA ഇന്ത്യയിൽ അധികാരം ഒഴിയുമ്പോൾ ഉള്ളത്. ഇന്നുള്ളത് 73 രൂപയാണ്. ഡീസലിനാണെങ്കിൽ 33 രൂപയുള്ളത് 55 രൂപയായി. ഈ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ എന്താണ് ഈ 5 വർഷം കൊണ്ട് UPA ഗവൺമെന്റ് ഇന്ത്യയിൽ സ്വീകരിച്ച നടപടി എന്ന് പറയണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും വളരെ കാലോചിതമായൊരു ചോദ്യം. ശ്രീ MP വീരേന്ദ്രകുമാർ വളരെ കാലോചിതമായ തീരുമാനം സ്വീകരിക്കുകയുണ്ടായി. രാജ്യത്തെ കോൺഗ്രസ് ദുർബലപ്പെട്ടാൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ അവശത അനുഭവിക്കാൻ പോകുന്ന ആളുകൾ അധസ്ഥിത വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ്. രാജ്യത്ത് പ്രയാസപ്പെടുന്ന ആളുകൾ, ഈ രാജ്യത്ത് മതനിരപേക്ഷതയ്ക്ക് വേണ്ടി പോരാടുന്ന ആളുകളാണ്. ഈ രാജ്യത്ത് ജനാധിപത്യവാദികൾക്കാണ് കോൺഗ്രസിൻ്റെ പരാജയം ഒരു വിജയം വിഷമം സൃഷ്ടിക്കുക എന്നതും തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ശ്രീ MP വീരേന്ദ്രകുമാർ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ ദേശീയ തലത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കാൻ തീരുമാനിക്കുന്നത്. അത് MP വീരേന്ദ്രകുമാർ മാത്രമല്ല,
ഈ ജനാധിപത്യ മതേതരത്വ സങ്കല്പങ്ങൾ നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ ഇത്തരമൊരു ചിന്തയിലേക്ക് വരേണ്ടി വരും. കോൺഗ്രസ്സിന് മാത്രമാണ് ഈ രാജ്യത്ത് ജനാധിപത്യ മതേതരത്വ ശക്തികളെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന ഏക രാഷ്ട്രീയ പ്രസ്ഥാനം. അല്ലാതെ കോൺഗ്രസിനെ സംബന്ധിച്ച് സുചിന്തിതമായ സാമ്പത്തിക സമീപനങ്ങളുണ്ട്. ഈ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക നയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. ഈ രാജ്യത്ത് മാത്രമാണ് വിലക്കയറ്റം എന്നൊരു പ്രതിഭാസം എന്നത് തെറ്റായ കാഴ്ചപ്പാടാണ്. ആഗോളതലത്തിൽ സാമ്പത്തിക തകർച്ചയുണ്ടായ സമയത്തും സാമ്പത്തിക സ്ഥാപനങ്ങൾ തകർന്നിരുന്നപ്പോഴും ഇന്ത്യ രാജ്യത്തെ സാമ്പത്തിക സ്ഥാപനങ്ങൾ പിടിച്ചു നിർത്താൻ സാധിച്ചതും സമ്പദ്ഘടനയെ പിടിച്ചു നിർത്താൻ സാധിച്ചതും ഈ രാജ്യത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംഭാവന ചെയ്ത സമ്മിശ്ര സമ്പദ്ഘടനയാണ്. ഇക്കാര്യത്തെ സംബന്ധിച്ച് പഠിക്കാതെ ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കില്ല എന്നാണ് അഭിപ്രായം. കേരളത്തിൽ ഞാനൊരു പാകിസ്ഥാൻ അനുകൂലിയോ ഞാൻ പാകിസ്ഥാൻ സന്ദർശിച്ചിട്ടുള്ള ആളല്ല. ഇന്ത്യ രാജ്യത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വിലക്കയറ്റത്തിൻ്റെ പ്രശ്നമാണ്. രാജ്യത്തിലെ വിലക്കയറ്റത്തിൻ്റെ കാര്യത്തിൽ നേരത്തെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില പാകിസ്ഥാനും ശ്രീലങ്കയ്ക്കും തുല്യമായി കൊണ്ടുവരാൻ ഇച്ഛാശക്തി ഇന്ത്യ രാജ്യത്തിലെ കോൺഗ്രസ് കാണിച്ചില്ല എന്നതാണ്. ഒപെക് രാഷ്ട്രങ്ങളിൽ നിന്ന് അസംസ്കൃത എണ്ണ കൊണ്ടുവന്ന് ഇന്ത്യയിൽ പ്രോസസ്സ് ചെയ്ത് വിൽക്കുമ്പോൾ അതേ ഒപെക് രാഷ്ട്രങ്ങളിൽ നിന്ന് ശ്രീലങ്കയിലേക്കും അതുപോലെ തന്നെ നേപ്പാളിലേക്കും പാകിസ്ഥാനിലേക്കും അതേ ഒപെക് രാഷ്ട്രങ്ങൾ അസംസ്കൃത എണ്ണ കൊടുത്ത് പ്രോസസ്സ് ചെയ്യുമ്പോൾ അവിടെ ചുരുങ്ങിയ വിലക്ക് കൊടുക്കാം, ഇവിടെ ഇരട്ടി വിലക്ക് കൊടുക്കാമെന്ന് പറയുന്നത് കോർപ്പറേറ്റ് മാനേജ്മെൻറ്റുകളുമായിട്ട് സന്ധി ചെയ്തുകൊണ്ട് കോൺഗ്രസ് ഭരിച്ചതിൻ്റെ തെളിവാണത് എന്നാണ് അത് സംബന്ധിച്ചൊന്ന് പറയാനുള്ളത്. രണ്ടാമത്, പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ തമ്മിൽ തന്നെ വിലയിരുത്തുമ്പോൾ അതിൽ രാജേഷ് എത്ര മിടുക്കനാണ്, രാഹുൽ ഗാന്ധിയേക്കാൾ മിടുക്കനാണ് പാർലമെൻറ്റിൽ മിസ്റ്റർ രാജേഷ് എന്നിതാ തെളിയിച്ചിരിക്കുന്നു. കേരളത്തിലെ 5 മിടുക്കൻ എംപിമാരുടെ കൂട്ടത്തിൽ രാജേഷ് ഉണ്ട്. 5 മിടുക്കൻ എംപിമാർ, മറ്റാരും പറഞ്ഞതല്ല. മലയാള മനോരമ നടത്തിയ സർവേയിലാണ് 5 മിടുക്കൻ എംപിമാരിൽ ശ്രീ രാജേഷ് എന്ന് പറയുന്നത്. അതുപോലെ പ്രവാസി മലയാളികൾ അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ, SMS-ലൂടെ അവാർഡ് തീരുമാനിച്ചപ്പോൾ വിദേശ മലയാളികളുടെ പ്രിയപ്പെട്ട MP-ആയി ശ്രീ രാജേഷിനാണ് വോട്ട് വീണത്, രാജേഷിനാണ് അവാർഡ് കിട്ടിയത്. അന്തർദേശീയ നിലവാരത്തിലുള്ള ചാനലുകൾ ആവറേജിന് മുകളിലുള്ള കേരളത്തിലെ എംപിമാരെ വിലയിരുത്തിയപ്പോൾ ആവറേജിന് മുകളിലുള്ള ഇന്ത്യൻ പാർലമെൻറ്റിലെ എംപിമാരിൽ ശ്രീ രാജേഷ് എന്ന മലയാളി ഉണ്ടായിരുന്നു, ഒറ്റപ്പാലത്തുകാരനുണ്ടായിരുന്നു എന്നത് ഒറ്റപ്പാലത്തുകാർക്കും പാലക്കാട്ടുകാർക്കും അഭിമാനിക്കാവുന്ന ഒന്നാണ്. ഒരു മിനിറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ബന്ധം അദ്ദേഹം ചോദിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞത്, അതായത് താങ്കൾ ചോദിച്ചതുപോലെ ഇന്നലെ LDF-ൽ നിൽക്കും, ഇന്ന് UDF-ൽ പോകും, നാളെ വേണമെങ്കിൽ അങ്ങോട്ട് പോയാൽ അധികാരം കിട്ടുമെങ്കിൽ NDA പോകും. അതാണ് ഇന്നത്തെ രാഷ്ട്രീയ സംസ്കാരം. ഇതിനെതിരെയാണ് ആം ആദ്മി പാർട്ടി നിലവിൽ വന്നിട്ടുള്ളത്. നമ്മൾ ഒരു സ്റ്റാൻഡ് എടുത്താൽ റിസൈൻ ചെയ്ത് പണി ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്ന സമയത്ത് പണി നിർത്തി സീനിയർ സിറ്റിസൺ ഒരു പരിഗണന കൊടുക്കും. അല്പം പിന്നോക്കം പോയിട്ട് ഒരു ചോദ്യം ചോദിക്കട്ടെ. ഈ നമ്മൾ ആം ആദ്മി അഥവാ സാധാരണക്കാരൻ എന്നുള്ള ഒരു ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതാണ് സൂചിപ്പിച്ചത്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ആം ആദ്മി എന്ന് പറഞ്ഞാൽ പാവം അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം. ആം ആദ്മി എന്ന് പറഞ്ഞാൽ ന്യായമായിട്ട് ജീവിക്കുകയും ന്യായമായിട്ട് ധനശേഖരണം ചെയ്യും, ന്യായമായിട്ട് ഇൻകം ടാക്സ് കൊടുക്കുകയും ക്രിമിനലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും ഇങ്ങനെ നാട്ടിൽ ന്യായമായിട്ട് ജീവിക്കുന്ന ഒരാൾ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതേ സമയത്ത് എല്ലാവർക്കും, പാവങ്ങളായാലും കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ടുള്ള ആളുകളായാലും എല്ലാവർക്കും വ്യക്തിപരമായ ഒരു കാംക്ഷ ഉണ്ടാവുന്നതിൽ ഒന്നും തെറ്റായിട്ടൊന്നുമില്ല, അത് വളരെ നാച്ചുറലാണ്. ഇത് ലെഫ്റ്റിസ്റ്റ് പാർട്ടികൾ ഇത് ആദ്യം തന്നെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അവർക്ക് ചുരുക്കത്തിലൊരു പരാജയം ഉണ്ടായിട്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ആം ആദ്മി പാർട്ടി അതിനെപ്പറ്റി എന്ത് പറയുന്നു എന്ന് എനിക്കറിയേണ്ടത്. അതിന് അത് വളരെ ശരിയാണ് എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം വെച്ചാൽ ആം ആദ്മി എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവൻ എന്നല്ല അർത്ഥം. പാവപ്പെട്ടവനും മിഡിൽ ക്ലാസ്സും ലോവർ മിഡിൽ ക്ലാസ്സും അപ്പർ മിഡിൽ ക്ലാസ്സും ചേർന്നിട്ടുള്ള ഒരു വലിയ സമുദായം ആണ്, ഒരു സൊസൈറ്റിയുടെ
3 4 ലെയർ ചേർന്നിട്ടുള്ളതാണ് ആം ആദ്മി എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. എന്ന് മാത്രമല്ല, നിങ്ങളും ഞാനും ഒക്കെ ആം ആദ്മിയുടെ ഭാഗമാണ്. ഒരു 20,000 രൂപ കൊടുക്കുന്ന ആളെ പറ്റിയുള്ള ഇതുമായിട്ടാണ് ഈ ഉത്തരം വരേണ്ടി വന്നത്. 20,000 രൂപ കൊടുക്കാൻ കഴിവുള്ള ചെറുപ്പക്കാർ ഇന്ന് ഇന്ത്യയിൽ ലക്ഷങ്ങളുണ്ട്. ലക്ഷങ്ങളല്ല, കോടികളുണ്ട്. അവർക്ക് കൊടുക്കാനുള്ള ഒരു അവസരം അത്രയേ ഉള്ളൂ. ഇത് അതിൽ കവിഞ്ഞ് അത് കള്ളത്തരത്തിലല്ല കൊടുക്കുന്നത്, അവരുടെ വിയർപ്പിന്റെ അധ്വാനത്തിന്റെ പൈസയാണ് കൊടുക്കുന്നത്. അതൊരു പ്രസക്തിയില്ല. ഇടതുപക്ഷത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ഇടതുപക്ഷത്തിന്റെ 14.45 ഹെക്ടർ സ്ഥലം ഒറ്റപ്പാലത്ത് UDFന്റെ സ്ഥാനാർത്ഥി കൈവശം, ആദിവാസികളുടെ ഭൂമി കൈവശം വെച്ചിരിക്കുന്നെന്ന് കേരളത്തിൻ്റെ ബഹുമാനനായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യത്തിന് മറുപടിയായിട്ട് കഴിഞ്ഞ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്. അത് MLA യും കേട്ടിട്ടുണ്ടാവും. അതിനെക്കുറിച്ച് നമ്മുടെ UDFന്റെ പ്രതിനിധിക്ക് എന്താണ് പറയുന്നത്? അങ്ങനെ ഭൂമിയുടെ ഇത് ശ്രീ വീരേന്ദ്രകുമാർ ഇന്നത്തെ പത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ മുഖ്യമന്ത്രി നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു എന്നുള്ള അഭിപ്രായത്തോടൊന്നും എനിക്ക് യോജിപ്പില്ല. അത് നിയമസഭാ രേഖകളുണ്ടെങ്കിൽ ശ്രീ അംസ കൊണ്ടുവരണം. നിയമസഭാ രേഖ ഉണ്ടെങ്കിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് രേഖയുണ്ടെങ്കിൽ ശ്രീ അംസ കൊണ്ടുവരട്ടെ. എനിക്ക് കൊണ്ടുപോയി വാങ്ങാൻ സാധിക്കില്ലോ ഈ സംഗതിയെ സംബന്ധിച്ച് ശ്രീ വീരേന്ദ്രകുമാർ പറഞ്ഞ മറുപടി, ഈ കയ്യേറ്റം നടന്നു എന്ന് പറയുന്ന നിങ്ങൾ ആരോപിക്കപ്പെട്ട സമയത്ത് ശ്രീ വീരേന്ദ്രകുമാറിന്റെ ഭാര്യയ്ക്ക് 4 വയസ്സാണ്. ശ്രീ വീരേന്ദ്രകുമാറിന് മറുപടി ഇന്നത്തെ പത്രത്തിലൊക്കെ ഉണ്ട്. ഈ 2009 വരെ ഇത്തരം യാതൊരു ആക്ഷേപമില്ലാതെ ഏറ്റവും ഒറ്റപ്പാലത്ത് തന്നെ ശ്രീ അംസ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ശ്രീ വീരേന്ദ്രകുമാറിനെ കൊണ്ടുവന്ന് ഒറ്റപ്പാലത്ത് വിവിധ മെറിറ്റ് ഈവനിംഗ് ഉൾപ്പെടെയുള്ള ഒരുപാട് പരിപാടികൾ നടത്തിയിട്ടുണ്ട്. അന്നൊന്നും കേൾക്കാത്ത ആക്ഷേപം ഇപ്പോൾ മാത്രം ഉന്നയിക്കുന്നത് എന്തുകൊണ്ടാണ്? അന്നൊന്നും കാണാത്ത ആക്ഷേപം ഇപ്പോൾ മാത്രം ഉന്നയിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത് രാഷ്ട്രീയമായിട്ടുള്ള അടിസ്ഥാനരഹിതമായ ആരോപണമാണ് എന്ന കാര്യം മാത്രമല്ല, ഈ രാജ്യത്ത് നിയമവ്യവസ്ഥയുണ്ട്, ഈ രാജ്യത്ത് കോടതികളുണ്ട്. ഈ കോടതികളും നിയമവ്യവസ്ഥയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആർക്ക് വേണമെങ്കിൽ ഇക്കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ആവശ്യപ്പെടാം. വിജിലൻസ് സംവിധാനമുണ്ട് ഈ രാജ്യത്ത്. ഇതൊന്നും ചെയ്യാതെ രാഷ്ട്രീയ വേദികളിൽ ആക്ഷേപം ഉന്നയിക്കുന്നത് മാത്രം ശരിയായ പ്രവണതയല്ലാതെ അഭിപ്രായമായിരിക്കും. അദ്ദേഹം ഇതിൽ ബഹുമാനപ്പെട്ട നാട്ടിലെ പാലക്കാട് മണ്ഡലത്തിലെ വോട്ടർമാരോട് ഒരു കാര്യമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ജനപ്രതിനിധികളെക്കുറിച്ച് ഇന്ന് മിടുക്കന്മാരായ ടീനേജിൽപ്പെട്ട ചെറുപ്പക്കാർ ഒരു സങ്കല്പമുണ്ട്. ആ സങ്കല്പത്തിൽ അവർ പറയുന്നത്, നിങ്ങൾ MP ആയിക്കോളൂ, നിങ്ങൾ MLA ആയിക്കോളൂ, നിങ്ങൾ മന്ത്രി ആയിക്കോളൂ. പക്ഷെ നിങ്ങളെ മന്ത്രിയാക്കിയ, നിങ്ങളെ MLA ആക്കിയ, നിങ്ങളെ ജനപ്രതിനിധിയാക്കിയ ജനങ്ങളുടെ അന്തസ്സ് നിങ്ങൾക്ക് എടുത്തരുത് എന്നാണ് പറയുന്നത്. രണ്ടും ഒരേ തൂവൽ പക്ഷികളല്ല. പബ്ലിക് സെക്ടർ കമ്പനിയും കോർപ്പറേറ്റുകളും ഒന്നല്ല. ഇപ്പോൾ പബ്ലിക് സെക്ടർ കമ്പനികളുടെ ഷെയർ 5 കൊല്ലം കൊണ്ട്, പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം, പബ്ലിക് സെക്ടർ കമ്പനികളുടെ ഷെയർ 1,45,000 കോടി രൂപയുടെ ഷെയർ കോർപ്പറേറ്റുകൾക്ക് റിലയൻസിനും ടാറ്റക്കും ബിർലക്കും 5 കൊല്ലം കൊണ്ട് വിറ്റു. 1. 2. 5 കൊല്ലം കൊണ്ട് 28.5 ലക്ഷം കോടി രൂപയുടെ ആനുകൂല്യം ടാറ്റ, ബിർള, ഗോയങ്ക ഉൾപ്പെടെയുള്ള നാമമാത്രമായ കോർപ്പറേറ്റുകൾക്ക് നികുതി ഇളവ് കൊടുത്തു. 5.5 ലക്ഷം കോടി രൂപ കുംഭകോണം 2G സ്പെക്ട്രം, യെസ് ബ്രാൻഡ് തുടങ്ങിയിട്ടുള്ള അഴിമതി വഴി 5.5 ലക്ഷം കോടി രൂപയുടെ അഴിമതി നടത്തിയെന്ന കാര്യം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മുമ്പിലുണ്ട്. ഇതാണ് കോൺഗ്രസിൻ്റെ ചരിത്രം എന്ന് നാം മനസ്സിലാക്കണം. ഇതിനെതിരായിട്ടുള്ള വികാരമായിട്ടായിരിക്കും ഈ ജനവിധി മാറുക. നമ്പർ 2, ഈ ഇന്ത്യ രാജ്യത്തിലെ ജനവിധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഈ രാജ്യം രക്ഷിക്കുന്ന പട്ടാളക്കാർക്ക് സംരക്ഷണം കൊടുക്കാൻ മിസ്റ്റർ ആന്റണി ഇവിടെ വന്നു. ആന്റണി നമ്പർ 2 ആയതിൽ മലയാളിയായ നമ്മൾ അഭിമാനിച്ചിട്ടുണ്ട്. നമ്പർ 2 ആയ ആന്റണി പ്രതിരോധ മന്ത്രി ആയതിൽ നമുക്ക് അഭിമാനമുണ്ടായിരുന്നു. പക്ഷേ നമ്പർ 2 ആയ പ്രതിരോധ മന്ത്രിക്ക് ഇന്ത്യയുടെ നാവികപ്പടക്ക് സംരക്ഷണം കൊടുക്കാൻ കഴിഞ്ഞില്ല. 7 മാസം കൊണ്ട് 11 മുങ്ങിക്കപ്പലുകൾ സ്ഫോടനത്തിൽപ്പെട്ടു. നാണം കെട്ട് നാവികസേനാ മേധാവി രാജിവെച്ചു. പുതിയൊരു നാവികസേനാ മേധാവിയെ പോലും ആന്റണിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇന്ത്യ രാജ്യത്തിൻ്റെ അഭിമാനമായിട്ടുള്ള യുദ്ധവിമാനമുണ്ട്. 1000 കോടി രൂപ ചെലവിൽ നാം വാങ്ങിയ വിമാനമാണ്. മലേഷ്യൻ വിമാനം തെരയാൻ വേണ്ടി വിട്ട ആ 1000 കോടി രൂപയുടെ വിമാനം തകർന്നുപോയി. ഇവിടെ
സൈനികർക്ക് പോലും രക്ഷ കൊടുക്കാൻ കഴിയാത്ത വിധം നമ്പർ 2 ആയ പ്രതിരോധ മന്ത്രി മാറിയിരിക്കുന്നുവെന്നതാണ് ഈ രാജ്യം ചർച്ച ചെയ്യുന്നത്. പട്ടാളക്കാർ സംരക്ഷണം കൊടുക്കേണ്ട ബാധ്യത ഇന്ന് പൗരന്മാരുടേതായിരിക്കുന്നു. ആ പൗരന്മാരുടെ ധർമ്മം ഈ തെരഞ്ഞെടുപ്പിൽ അവർ കാണിക്കും. അങ്ങനെ കോൺഗ്രസിനെ പരാജയം. എനിക്ക് ചോദിക്കാനുള്ളത് എന്നോട് നമുക്ക് ഇവിടെ നിറഞ്ഞ ചോദ്യങ്ങൾ വന്നത് ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി MP വീരേന്ദ്രകുമാറിനെ കുറിച്ച് അദ്ദേഹം നമ്മുടെ ജില്ലക്കാരനല്ല എന്നുള്ളൊരു ചോദ്യമാണ്. എനിക്ക് 3 ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്, സമയക്കുറവ്. എനിക്ക് ചോദിക്കാനുള്ളത്, ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ആലപ്പുഴയിൽ നിന്ന് പാലക്കാട് വന്ന് മത്സരിച്ചപ്പോൾ പാലക്കാട്ടുകാർക്ക് പ്രയാസമുണ്ടായിട്ടില്ല. തൊട്ടടുത്ത ബിജു മത്സരിക്കുന്ന ആലത്തൂർ മണ്ഡലത്ത് കോട്ടയത്ത് നിന്ന് ബിജു വന്ന് മത്സരിച്ചപ്പോൾ അവിടെ CPM-ന് അവിടെ നാടിനോടുള്ള ഒരു പ്രത്യേക മമത ഉണ്ടായിട്ടില്ല. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഒരു വളണ്ടിയർ എന്ന നിലക്ക് ഞങ്ങൾക്ക് ഈ സമയത്ത് MLA-യോട് സൂചിപ്പിക്കാനുള്ളത്, ആദരണീയനായ AK ആൻ്റണിയെ കോണി മാത്രം കണ്ട് പരിചയമുള്ള തിരൂരങ്ങാടിയിൽ കൊടുന്ന് ജയിപ്പിച്ച ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഐക്യജനാധിപത്യ മുന്നണി പോരാളികളാണ്. അത്തരം ദേശീയ തലത്തിൽ ഇന്ന് രാജ്യം നേരിടുന്ന വെല്ലുവിളിക്ക് പാർലമെൻറ്റിൽ കൃത്യമായ ഇടപെടൽ നടത്താനുള്ള ഒരു ജനപ്രതിനിധിയെ ആവശ്യമുണ്ട് എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ മോതിരമടയാളത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ വോട്ട് അഭ്യർത്ഥിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഐക്യ നിരകളുടെ ശക്തനായ നേതാവായിട്ട് തന്നെയാണ്, സ്ഥാനാർത്ഥിയായിട്ട് തന്നെയാണ് വീരേന്ദ്രജി മത്സരിക്കുന്നത്. അതുകൊണ്ട് മോതിരമടയാളത്തെ പരിചയപ്പെടുത്തുന്നതിന് ഞങ്ങൾക്ക് മുന്നേ ആൻ്റണിയെ പരിചയപ്പെടുത്തിയ പാരമ്പര്യമുണ്ട്. രാജ്യതാൽപര്യത്തിന് വേണ്ടി അത്തരത്തിലുള്ളൊരു ദേശീയ നേതാവ് രാജ്യത്തിൻ്റെ സഭയിൽ ശരി. ഇതിൽ ബഹുമാനപ്പെട്ട കാസിം മുസ്ലിം ലീഗിൻ്റെ നേതാവ് കൂടിയാണ്. പ്രസക്തമായ ചോദ്യമാണ്. മുസ്ലിം ലീഗ് ഇപ്പോൾ പറയുന്നത് ഈ അഹമ്മദ് സാഹിബ് മത്സരിക്കുന്നു, ET മുഹമ്മദ് സാഹിബ് മത്സരിക്കുന്നു, ഇപ്പോൾ വീരേന്ദ്രകുമാർ സാഹിബും മത്സരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ വോട്ട് പിടിക്കുന്നത്. തീർച്ചയായും അത് നല്ല കാര്യം, അത് ലീഗിൻ്റെ മഹത്വമായിട്ട് കാണാം, അത് അങ്ങനെ നിന്നോട്ടെ. പക്ഷേ ഇവിടെ ഞങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത് ഒന്ന് ഇന്ത്യൻ രാഷ്ട്രീയമാണ്. ജനങ്ങൾക്ക് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പോളിസി നിശ്ചയിക്കാനുള്ള സമയം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പാണ്. ഇവിടെ വിലക്കയറ്റം സൃഷ്ടിക്കാത്തൊരു ഗവൺമെൻറ് വരണ്ടേ, രാജ്യരക്ഷയ്ക്കുതകുന്ന ഒരു ഗവൺമെൻറ് വരണ്ടേ, കോർപ്പറേറ്റുകൾക്കെതിരായ നിലപാട് സ്വീകരിക്കുന്ന ഒരു ഗവൺമെൻറ് വരണ്ടേ, രാജ്യത്തിലെ ജനങ്ങളുടെ അന്തസ്സും അഭിമാനവും സംരക്ഷിക്കുന്ന മിടുക്കനായ രാജേഷിനെ പോലുള്ളവർ. ഇപ്പോൾ നോക്കൂ, ഇൻ്റർനാഷണൽ വേദിയിലൊക്കെ നമ്മുടെ MP ഉണ്ടല്ലോ രാജേഷ്. ഇന്റർനാഷണൽ വേദിയിൽ ഇത്രയധികം പേപ്പർ പ്രസന്റ് ചെയ്ത ഒരു MP കേരളത്തിലില്ല എന്ന് അഭിമാനത്തോടെ പറയാം. ആ രൂപത്തിൽ ഇന്റർനാഷണൽ വേദികളിൽ പേപ്പർ പ്രസന്റ് ചെയ്യാൻ പറഞ്ഞ MP-മാരും മുങ്ങൂട്ടോ. അവിടെ പോയിട്ട് നല്ല സ്വീകരണം കാണും, രാജ്യം കാണും, അതിനൊക്കെ MP-മാരുണ്ടാവും. പക്ഷേ ഇന്റർനാഷണൽ വേദിയിൽ വളരെ ടഫായ സബ്ജക്റ്റ് മിടുമിടുക്കന്മാരായ ബുദ്ധിജീവികളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറഞ്ഞാൽ MP-മാരുണ്ടാകില്ല. പാലക്കാട്ട് MP മിടുക്കനാണ് എന്ന് തെളിയിച്ച് ആ ഇന്റർനാഷണൽ വേദികളിൽ പ്രബന്ധം അവതരിപ്പിച്ചു. അതാണ് MP രാജേഷിന്റെ ഗുണം. ആ MP രാജേഷിനെ പാലക്കാട്ടെ ജനങ്ങൾ വീണ്ടും ഏറ്റുവാങ്ങി ലോകസഭയിലേക്ക് എത്തിക്കണമെന്നേ ഞങ്ങൾ പറഞ്ഞുള്ളൂ. മറ്റൊന്ന് എന്താ, നാട്ടിലെ വള്ളുവനാടിന്റെ പാരമ്പര്യം, പാലക്കാടിന്റെ പാരമ്പര്യം, അത് AKGയെ ഉൾക്കൊണ്ട പാരമ്പര്യം, EMS-നെ ഉൾക്കൊണ്ട പാരമ്പര്യം, സഖാ VS-നെ ഉൾക്കൊണ്ട പാരമ്പര്യം, ആ പാരമ്പര്യം ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു. പക്ഷേ ചിലത് പക്ഷേ ഒന്നുണ്ട്, സത്യസന്ധത എന്ന് പറയുന്നത് അത് ജനങ്ങളോട് കാണിക്കണം എന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ. സത്യസന്ധനായിരിക്കണം പാർലമെന്റ് അംഗം എന്ന് മാത്രം. ഹലോ, എനിക്ക് നമ്മളുടെ ഓയിലിന്റെ പ്രശ്നവും വിലക്കയറ്റത്തിന്റെ പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുന്നു അത് കോടതിയിലാണെന്ന്. കോടതി ഉത്തരവ് കുറച്ചു ദിവസം മുന്നേ വന്നല്ലോ. അന്ന് നമ്മുടെ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? അത് ജനകീയ കോടതിക്ക് വേണം. ഇവിടെയുള്ള ഓരോ പൗരനും കോടതി വരുമ്പോൾ ജനകീയ കോടതിക്ക് പോട്ടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്താ കേരളത്തില്? പിന്നെ ഓയിലിന്റെ വില, ഓയിൽ കമ്പനികൾ ജനങ്ങൾക്ക് വില കൂട്ടുമ്പോൾ മാത്രം ഓയിൽ കമ്പനി നഷ്ടം. ഇവരുടെ എല്ലാം ഓഹരിയുടെ സ്ഥിതി എന്താണ്? റഷീദിന്റെ കോലം കത്തിച്ചതിൽ ജയദേവനെതിരാണ്. റഷീദ് എന്ന് പറയുന്ന ഹൈക്കോടതി ജഡ്ജിന്റെ കോലം കത്തിച്ചതിൽ ജയദേവനെ ന്യായീകരിക്കാൻ പറ്റില്ല. ഒരു കാര്യം ചോദിച്ചോട്ടെ, ആ നിലപാടിനെ പറയാൻ അനുവദിക്കണം. ആ നിലപാട് പറയാൻ അനുവദിക്കാതെ
ഓരോരുത്തർ പറയും. ഓരോരുത്തർ കത്തിച്ചു. എന്ത് കോടതിയാണ്? എന്റെ പ്രിയമുള്ള അഷ്റഫ് സംയമനം പാലിക്കണം. കോടതികളെ സംബന്ധിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ഒരു കേസിൽ ഒരു വിധി പറഞ്ഞ ജഡ്ജിയെ നാട് കടത്താൻ, പ്രതീകാത്മകമായി നാട് കടത്താൻ നിർദ്ദേശം കൊടുത്തൊരു പാർട്ടി ഈ സംസ്ഥാനത്തുണ്ട്. ഒരു പാർട്ടി, ഒരു വ്യക്തിയല്ല, ഒരു പാർട്ടി പ്രതീകാത്മകമായി നാട് കടത്താൻ നിർദ്ദേശം കൊടുത്ത ഒരു പാർട്ടിയുണ്ട്. ആ ജഡ്ജിക്ക് സുപ്രീം കോടതിയിൽ സ്ഥാനം കൊടുക്കണമെന്ന് ശുപാർശ ചെയ്ത അതേ പാർട്ടിക്കാരനെ മുഖ്യമന്ത്രി കേരളത്തിലുണ്ടായിരുന്നു. നിങ്ങൾ ആലോചിക്കണം, സഖാവ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ശ്രീ ബാലിയെ സുപ്രീം കോടതിയിൽ നിയമിക്കണമെന്ന് ശുപാർശ ചെയ്ത ശ്രീ അച്യുതാനന്ദൻ്റെ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം. കോടതിയെ സംബന്ധിച്ചും നിയമത്തെ സംബന്ധിച്ചും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സുചിന്തിതമായ അഭിപ്രായമുണ്ട്. ഈ രാജ്യത്ത് കോടതികൾ സ്ഥാപിക്കാൻ നിയമം കൊണ്ടുവന്നത്, ഈ രാജ്യത്ത് കോടതികളിലൂടെ നടപ്പിലാക്കാൻ കഴിയുന്ന നിയമങ്ങൾ കൊണ്ടുവന്നത് അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിയമം നടപ്പിലാക്കുന്ന സമയത്ത്, കോടതികൾ സ്ഥാപിക്കുന്ന സമയത്ത് കോൺഗ്രസിന് ഇക്കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ കഴിയുമെന്ന് ശ്രീ ആന്റണിയെ ചെറുതാക്കാൻ മിസ്റ്റർ ജയദേവൻ ഒരു വക്കീൽ കൂടിയാണ്. മിസ്റ്റർ ജയദേവൻ പ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ച ഒരു സൈനിക ശക്തിയായി രാജ്യത്തെ വളർത്തിയെടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ചരിത്രം വിസ്മരിച്ചുകൊണ്ട് സംസാരിക്കരുത്. രാജ്യത്തെ സാമ്പത്തിക ശക്തിയാക്കി വളർത്തിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. തെറ്റായ വിവരം കൊടുക്കരുത്. ഒരു തെറ്റായ വിവരം കൊടുത്തുകൊണ്ട് ജനത്തെ പറ്റിക്കാമെന്ന ഒരു ധാരണയുമായി ഇടതുപക്ഷം മുന്നോട്ട് പോകേണ്ടതില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ പാർലമെന്റിൽ ആവശ്യം ഭൗതികമായി ചിന്തിക്കാൻ കഴിവുള്ള, രാജ്യത്തെ മതനിരപേക്ഷ ശക്തിയെ സംരക്ഷിക്കാൻ കഴിവുള്ള, ജനാധിപത്യ ശക്തികൾക്ക് പ്രചോദനമാകാൻ കഴിവുള്ള തല മുതിർന്ന നേതാക്കന്മാരാണ് ഇന്ത്യൻ പാർലമെന്റിൽ ആവശ്യം. ഒരു സംശയവും വേണ്ട. ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥിയാണ് ശ്രീ വീരേന്ദ്രകുമാർ. 5 വർഷക്കാലം ജനപ്രതിനിധിയായി എന്ത് നേട്ടം ഈ നിയോജകമണ്ഡലത്തിലുണ്ടാക്കി, എന്ത് നേടി നിയോജകമണ്ഡലത്തിന്, എന്ത് കൊണ്ടുവന്ന ഈ നിയോജകമണ്ഡലത്തിൽ, എന്ത് ചെയ്തു നിയോജകമണ്ഡലത്തിന് ഞങ്ങൾക്ക് അന്വേഷിക്കാൻ അവകാശമുണ്ട്. അലവൻസ് വാങ്ങി പാർലമെന്റിൽ പോയിരുന്നത് കൊണ്ട് പാർലമെന്റ് നിയോജകമണ്ഡലത്തിൽ വികസനം വരില്ല. കൊണ്ടുവരുന്നതിൽ അമ്പെ പരാജയപ്പെട്ട ശ്രീ രാജേഷിനെ സംബന്ധിച്ച് എന്റെ പ്രിയ സ്നേഹിതനാണെങ്കിൽ പോലും ഞാൻ പറയുന്നു, പാർലമെന്റിലേക്ക് ഒരു വട്ടം കൂടി തെരഞ്ഞെടുക്കപ്പെടാൻ യാതൊരുവിധ അർഹതയുമില്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. അദ്ദേഹം ചോദിച്ചതിൻ്റെ ബാക്കിയാണിത്. ഞാൻ ചോദിക്കാൻ വിചാരിച്ച ഒരു ചോദ്യം കൂടിയാണ്. കോർപ്പറേറ്റുകൾ എന്ന് പറയുന്ന ആൾക്കാർ, അതുകൂടാതെ എണ്ണ കമ്പനികൾ വില കൂട്ടുന്നു. ഇവർ എന്ന് പറഞ്ഞിട്ട് അല്ല, എവിടെയാണ് ഇവർക്ക് നഷ്ടം വരുന്നത്? എല്ലാ വർഷവും ലാസ്റ്റ് കണക്കെടുത്ത് നോക്കി കഴിയുമ്പം 6000 കോടി ആ കമ്പനിക്ക് ലാഭം, 4000 കോടി ഈ കമ്പനിക്ക് ലാഭം, BP-ക്ക് 5000 കോടി ലാഭം. ഇവർക്കൊക്കെ ലാഭമുണ്ട്. പിന്നെ എങ്ങനെ ഇവർ നഷ്ടം വരുന്നു? രണ്ടാമത്, ഈ ഗവൺമെൻറ്റിൽ 5 6 10 വർഷമായി ഇപ്പോൾ UPA ഗവൺമെൻറ് ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ 10 വർഷം കൊണ്ട് ഒരു പ്രധാനമന്ത്രി നമ്മുടെ വായ തുറക്കുന്ന ഇവിടെ ആരും കണ്ടിട്ടുണ്ടാവില്ല. ചുമ്മാ ഇരിക്കും, അങ്ങോട്ട് അപ്പുറത്ത് എന്തെങ്കിലും പറയും, അങ്ങോട്ട് അത് അനുവദിക്കും. അപ്പോൾ ഇദ്ദേഹത്തിന് പറഞ്ഞുകൂടെ ഇതിങ്ങനെ പാടില്ല, ഇതിങ്ങനെയല്ല ചെയ്യേണ്ടത്, പൊതുജനങ്ങളുടെ ആവശ്യമാണ് ശ്രദ്ധിക്കേണ്ടത്? അത് പറയാൻ അദ്ദേഹം കഴിയുന്നില്ല. ഇനി ബഹുമാനപ്പെട്ട MLA ഒരു ചോദ്യം. നമ്മുടെ പാലക്കാട് പൊന്നാനി പാത പകുതി മുറിഞ്ഞ് കൊള്ളപ്പുള്ളി വരെ എത്തി. അവിടുന്ന് പാലക്കാട് നിന്ന് പണിതു VS അച്യുതാനന്ദൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അന്ന് അദ്ദേഹമായിരുന്നു. പാതി പണിയിൽ നിർത്തിയിട്ട് അവർ പോയി. അതൊന്ന് മുഴുപ്പിക്കാൻ ഇവർ എല്ലാത്തിനും സമരം ചെയ്യുന്ന ഒരു പാർട്ടി ഉണ്ട് നമുക്കിവിടെ. അപ്പോൾ എന്തുകൊണ്ട് അത് ഇപ്പം എല്ലാ സ്ട്രീറ്റ് ലൈറ്റുകളും വെറും നോക്കൂത്തികളായിട്ടിരിക്കുന്നു, പലതും ഇങ്ങനെ തൂങ്ങി കിടക്കുന്നു. പിന്നെ റോഡിൻ്റെ എഡ്ജ് പൊളിഞ്ഞു കിടക്കുന്നു, പല ഭാഗത്തും ഡ്രെയിനേജിൻ്റെ അവിടെ സ്ലാബ് ഇട്ടിട്ടില്ല. ഇതൊന്നും ചെയ്യാതെ എന്തുകൊണ്ട് ഇവർ ഈ പണി മുഴുമിപ്പിക്കാൻ ഇവരുടെ ഭാഗത്തു നിന്നും ഒരു നിയമ നടപടികളോ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്കുള്ള സൗകര്യങ്ങളോ ചെയ്തു കൊടുക്കാത്തത്? ജനസ്പന്ദനത്തിൽ ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ചെത്തേണ്ടതുണ്ട്. നുജും ഏവിയേഷൻ ജോയിൻ ആസ് ടു ബിക്കം എ പൈലറ്റ്. അതിരറ്റ ആഗ്രഹങ്ങളെ ആകാശത്ത് തളയ്ക്കൂ. മികവുറ്റ പൈലറ്റാകാൻ ഞങ്ങളെ വിളിക്കൂ. ഫോൺ 9902911544 09538998544. ഞങ്ങളുടെ ഇമെയിൽ വിലാസം info@nujum.co.in. വെബ്സൈറ്റ് www.nujum.co.in. പ്രശാന്ത സുന്ദരമായ അന്തരീക്ഷത്തിൽ സ്വർഗീയ ചാരുതയാർന്ന സൗധങ്ങൾ സ്വന്തമാക്കാൻ ഹരിദാസ് ബിൽഡേഴ്സ് ഒറ്റപ്പാലം. 14 വർഷത്തെ സ്തുത്യർഹമായ സേവനം. കംപ്ലീറ്റഡ് പ്രോജക്ട്സ്: സിംഫണി അപ്പാർട്ട്മെന്റ്സ്, സിംഫണി ടവർ, സിംഫണി ഹോംസ് ഗോൾഡ്, സിംഫണി പ്ലാറ്റിനം,
Symphony Villa A and B, Symphony Residency Block A and B, Symphony Gardens Home, Symphony Valley View. Ongoing projects: Symphony Residency Block C. Upcoming project: a premium residential enclave near Thotakara Post Office, Ottapalam. Features: 2 lifts, generator backups, basement car parking, recreation club, walking space, CCTV and security service. സ്വപ്നഗ്രഹങ്ങൾ നൽകി സന്തോഷം സമ്മാനിക്കുന്നു. ഹരിദാസ് ബിൽഡേഴ്സ്, സിംഫണി ടവർ, കോൺവെന്റ് റോഡ്, ഒറ്റപ്പാലം. ഹാപ്പിനെസ് ഫോർ എവർ. വിജയത്തിലൂന്നിയ ചുവടുകൾ ഉറപ്പിച്ച് മുന്നോട്ടുള്ള പ്രയാണം നടത്തുന്ന ഒറ്റപ്പാലം കോപ്പറേറ്റീവ് അർബൻ ബാങ്ക് പിറന്നു വീണ നാൾ മുതൽ 75 വർഷത്തെ യാത്രയിൽ പിന്തിരിഞ്ഞു നോക്കുമ്പോൾ സേവനത്തിന്റെ കണക്കുകൾ മാത്രം നിരത്താൻ കഴിഞ്ഞത് ബാങ്കിന്റെ പ്രത്യേകതയും ബാങ്കിലെ അംഗങ്ങളുടെ പ്രവർത്തന മികവ് കൊണ്ട് മാത്രം. പ്ലാറ്റിനം ജൂബിലിയുടെ മഹോത്സവ നാളിൽ ഒറ്റപ്പാലം ജനതയ്ക്കായി കാഴ്ചവെക്കുന്നതും മറ്റൊരു കൗതുകം. സഹകരണ ബാങ്കിംഗ് രംഗത്ത് ആദ്യ ATM ഒറ്റപ്പാലം കോപ്പറേറ്റീവ് അർബൻ ബാങ്ക്, മെയിൻ റോഡ്, ഒറ്റപ്പാലം. റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള അർബൻ ബാങ്ക്. മറ്റു ബാങ്കുകളുമായി ATM പങ്കുവയ്ക്കാൻ കഴിയുന്ന കേരളത്തിലെ ആദ്യത്തെ സഹകരണ ബാങ്ക്. 9ഓളം ശാഖകൾ. മോർണിംഗ് ഈവനിംഗ് ബ്രാഞ്ച്, ഒറ്റപ്പാലം. ദി ഒറ്റപ്പാലം സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിന് താലൂക്കിലെ മികച്ച സഹകരണ ബാങ്കിനുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ പ്രത്യേകതകൾ: സൗഹാർദ്ദപരമായ പെരുമാറ്റം, ലോക്കർ സൗകര്യം, നിക്ഷേപങ്ങൾക്ക് ഉയർന്ന പലിശ. ജനസ്പന്ദനത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ ബഹുമാനപ്പെട്ട അദ്ദേഹം പറഞ്ഞത് ലയൺസ് ക്ലബിൻ്റെ പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം. പാലക്കാട് കൊളപ്പള്ളി റോഡിനെ ആധുനികവൽക്കരിച്ചതിൻ്റെ ഒക്കെ നമുക്കറിയാൻ നന്നായിട്ടുണ്ട്. പക്ഷേ അവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റ് കത്തിക്കുന്നില്ല, അവിടെ ആനുവൽ മെയിൻ്റനൻസ് നടക്കുന്നില്ല. ആനുവൽ മെയിൻ്റനൻസ് നടത്താനും സ്ട്രീറ്റ് ലൈറ്റ് കത്തിക്കാനുമുള്ള AMC കരാർ നമ്മൾ ഏർപ്പെടുത്താൻ വേണ്ടി പോകുന്നുണ്ട്. അത് സംബന്ധിച്ച ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു കമ്പനി ഏൽപ്പിക്കും. അത് ഏൽപ്പിക്കുന്നില്ല എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചതിന് പ്രത്യേകം നന്ദി പറയുന്നു. അതിന് ഇടപെടുന്നതാണ്. ഈ അഴിമതിയെ പറ്റിയിട്ടും പല കേസുകളെ പറ്റി പറയുമ്പോൾ ബഹുമാനപ്പെട്ട UP അല്ലെങ്കിൽ UDFിൻ്റെ കേസ് കോടതിയിലാണ്. കോടതിയിൽ അത് വിധത്തിൽ നടക്കും. നമ്മുടെ രാജ്യത്ത് കോടതിയിൽ കേസ് പോയിട്ടുണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഒരു ഡെസിഷൻ എത്താനും അതിനനുസരിച്ച് ആളുകളെ ശിക്ഷിക്കാനുമുള്ള ഒരു അറേഞ്ച്മെൻറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. നമ്മളിവിടെ ഇന്ത്യയിൽ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അഴിമതിയും അക്രമവും ചെയ്യുന്നവർക്കുള്ള ഏറ്റവും ഒരു രക്ഷ, ലോ വിൽ ടേക്ക് ഇറ്റ്സ് ഓൺ കോഴ്സ്. അതിൻ്റെ വഴിക്ക് പോയാൽ മതി. ലോ അത്രേ ആവശ്യമുള്ളൂ. നമുക്കൊക്കെ അഴിമതി ചെയ്യുന്നവർക്കും അക്രമം ചെയ്യുന്നവർക്കും രക്ഷപ്പെടാൻ അത് മാത്രമേ ആവശ്യമുള്ളൂ. 20 കൊല്ലം നമുക്ക് ഒരു കേസ് കോടതിയിൽ വെച്ചുകൊണ്ടിരിക്കാൻ യാതൊരു പ്രയാസമില്ല. ചുരുക്കത്തിലുള്ള ഒരു എഫേർട്ടേ ആവശ്യമുള്ളൂ. നമുക്ക് വേറൊരു ഏർപ്പാടുണ്ട്. അഴിമതി ചെയ്തിട്ടുള്ള ആളുകളെയൊക്കെ വേണമെച്ചാൽ ഈ കേസിൽ നിന്നൊക്കെ കുറച്ച് മാറി നിൽക്കാൻ പറ്റുന്നതായിട്ടുള്ള ചില പൊസിഷൻസിൽ നമുക്ക് പോസ്റ്റ് ചെയ്യാം. അവർക്ക് അങ്ങനെ പൊസിഷൻസ് കൊടുക്കാം. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ അഴിമതി ചെയ്യുന്നവരെ രക്ഷിക്കുന്നത്. ഇതിങ്ങനെ ഒരു ഏർപ്പാട് ഉണ്ടാകാതിരിക്കാൻ കോൺഗ്രസ് UPA തിരിച്ച് പവറിൽ വന്നാൽ, അല്ലെങ്കിൽ തേർഡ് ഫ്രണ്ടും തിരിച്ച് പവറിൽ വന്നാൽ, അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടി പവറിൽ വന്നാൽ, ഞങ്ങൾ വന്നാൽ മാത്രമേ നടക്കുള്ളൂ. അല്ല, ഞങ്ങൾ വന്നാൽ മാത്രമേ നടക്കൂ. ഒരു മിനിറ്റ് എനിക്ക് ആ ക്വസ്റ്റ്യനും ഇതിനും കൂടി ചേർത്ത് പറയാം. എല്ലാവരും മറുപടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ആദ്യം ആം ആദ്മിക്കാരനോടാണ് ചോദ്യം. നിങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തിൽ എവിടെയെങ്കിലും ജയിച്ചു വന്നാൽ, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എവിടെയെങ്കിലും ജയിച്ചു വന്നാൽ, നിങ്ങൾ ഡൽഹിയിൽ പോയാൽ നിങ്ങളുടെ നയം എന്താവും? മൂന്നാം മുന്നണിക്ക് പിന്തുണ കൊടുക്കുമോ? ഒന്ന്. രണ്ടാമത് LDF പ്രതിനിധിയോടാണ്. ഇനി മൂന്നാം മുന്നണി ഭരണത്തിലേറിയാൽ ഇവിടുത്തെ വിലക്കയറ്റത്തിനും അഴിമതിക്കുമെതിരെ എന്താണ് മൂന്നാം മുന്നണി ചെയ്യുക എന്നുള്ളത് പറയുക. അവസാനമായി UDF പ്രതിനിധിയോട്, 10 വർഷം ഭരിച്ചിട്ടുള്ള മൻമോഹൻ സിംഗ് എന്ന പ്രധാനമന്ത്രിയുടെ ഒരു മുഖം പോലും ഇന്നത്തെ ഒരു തെരഞ്ഞെടുപ്പ് പോസ്റ്ററിലും കാണിക്കാൻ പറ്റാത്ത അത്ര മോശമാക്കി നിങ്ങൾ അദ്ദേഹത്തെ പറഞ്ഞയച്ചു, അല്ലെങ്കിൽ അദ്ദേഹം പോയി. അപ്പോൾ ഇനി ഭരണത്തിൽ വന്നാൽ, ഞങ്ങൾ കണ്ടിട്ടില്ല, പാലക്കാട് മണ്ഡലത്തിൽ കണ്ടിട്ടില്ല, എവിടെയും കണ്ടിട്ടില്ല. ചോദ്യം, ഇനി അധികാരത്തിൽ വന്നാൽ പെട്രോളിന്റെ വില സ്വതന്ത്ര നിയന്ത്രണാവകാശം കൊടുത്തതുപോലെ ഇനി എല്ലാത്തിന്റെയും അവകാശം കോർപ്പറേറ്റ് മുതലാളിമാർക്ക് കൊടുക്കുമോ? ഇത് നടത്തിയിട്ടുള്ള അഴിമതിയേക്കാൾ വലിയ അഴിമതികൾ ഇനി നടത്തുമോ, അതോ നല്ല ഭരണം കാഴ്ചവെക്കുമോ? കുറെ ചോദ്യങ്ങളുണ്ട്. എല്ലാറ്റിനും വളരെ സിമ്പിളായിട്ട് പറയാവുന്ന. അതായത്, ഒന്ന്, ആം ആദ്മി പാർട്ടിയുടെ പ്രസക്തി എന്തെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം അഴിമതിക്കെതിരെ അക്രമ രാഷ്ട്രീയം, ഈ പറഞ്ഞ അക്രമ രാഷ്ട്രീയം എല്ലാ ഭാഗത്തു നിന്നുണ്ട്. ഇന്ന് ക്രിമിനലുകൾ ഇല്ലാത്ത ഒരവസ്ഥ ഇന്ത്യൻ രാഷ്ട്രീയത്തിലില്ല. കേരളം ബെറ്ററാണ്. പക്ഷേ ക്രിമിനലുകൾ ഇല്ലാത്തൊരവസ്ഥ ഇന്ത്യൻ രാഷ്ട്രീയത്തിലില്ല. അതിനെതിരെ ശക്തമായ നടപടിയെടുത്ത് എങ്ങനെ ക്രിമിനലുകളല്ലാത്ത ആളുകളെ നിർത്താൻ പറ്റും എന്ന് തെളിയിച്ചു കൊടുത്ത പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. ഇനി ഇതൊന്നും അല്ലാതെ ഞാൻ ഈ കുറച്ചു മുമ്പ് സംസാരിച്ചപ്പോൾ അതിന് പറയണമെന്ന് വിചാരിച്ചത് നമുക്ക് അവസരം കിട്ടിയില്ല.
അതായത് അപ്പോഴേ ചോദിച്ച ചോദ്യമുണ്ടല്ലോ, പൈസ ഇന്ന് CPM ഉൾപ്പെടെ LDF ഉൾപ്പെടെ ഉള്ള കക്ഷികൾക്ക് എവിടെ നിന്ന് പൈസ കിട്ടുന്നു എന്ന സോഴ്സ് വളരെ വ്യക്തമായി ഇവർ പുറത്ത് കാണിക്കാൻ തയ്യാറാണ്. അത് ഞങ്ങൾ തയ്യാറാണ്. അതാണ് ഞങ്ങളുടെ വ്യത്യാസം. ഒന്ന്. ഇനി അടുത്ത ചോദ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇവിടെ സംസാരിക്കാൻ വന്ന കാര്യങ്ങൾ ആരും ചോദിച്ചു കണ്ടില്ല, സങ്കടമുണ്ട്. അതായത് ഈ മണ്ഡലത്തിൻ്റെ വികസനം എന്തെന്നുള്ള ഒരു വിഷൻ ആർക്കെങ്കിലും ഉണ്ടോ? അവരൊന്ന് പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇതിനുള്ള ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റും ഈ മണ്ഡലത്തിൽ എന്താണ് 25 കോടി ഇവിടെ 99.9% യൂട്ടിലൈസേഷൻ ആണോ ഈ ഒരു MP-ക്ക് ചെയ്യാനുള്ള കർത്തവ്യം 5 വർഷം കൊണ്ട്? ഇവിടെ അട്ടപ്പാടിയിൽ കോടിക്കണക്കിന് ഉറുപ്പ്യ ചെലവാക്കിക്കൊണ്ടേയിരിക്കുന്നു. ശരിക്ക് കണക്ക് പ്രകാരം നോക്കിയാൽ ഓരോ അട്ടപ്പാടിയിലെ ട്രൈബും അറ്റ്ലീസ്റ്റ് ഒരു 5 കോടി രൂപ വർത്തുള്ള ഒരു ആളായി മാറിയിരിക്കണം ഇത്രയും കാലങ്ങൾ കൊണ്ട്. പക്ഷേ ഇത് വളരെ വ്യക്തമായ രീതിയിൽ പല ഭാഗത്തിലേക്ക് സൈഫൺ ഓഫ്, അതായത് ഒഴുകിപ്പോവുകയാണ്. ഈ ഒഴുകിപ്പോകുന്നത് എവിടെ എന്ന് ഏതെങ്കിലും ഒരാൾ അന്വേഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇനി എൻ്റെ ഞങ്ങളിത് പഠിച്ചു വരികയാണ്. കാരണം ഇതിൽ വളരെ വ്യക്തമായ തീരുമാനം ഞങ്ങളുടെ മാനിഫെസ്റ്റോയിൽ വരും. ഇത് കാരണം ഇതിൽ വളരെ വ്യക്തമായ രേഖകൾ നമ്മുടെ അടുത്തുണ്ട്. എങ്ങനെയൊക്കെ തട്ടിപ്പുകൾ അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ള RTI രേഖകൾ എൻ്റെ കയ്യിൽ അറ്റ്ലീസ്റ്റ് ഒരു 150 രേഖയുണ്ട് എൻ്റെ. ഞാനത് അടുത്ത പത്രസമ്മേളനത്തിൽ കൊണ്ടുവരാം. ഇത് വളരെ വ്യക്തമായി കാണിക്കുന്നത് ഈ നേതൃസ്ഥാനത്ത് നിൽക്കുന്ന ആരും മോശക്കാരല്ല എന്നുള്ളതാണ്. ഇതൊന്നും ജനങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ ആരും തയ്യാറല്ല. നമ്മളിവിടെ സരിതയുടെ പ്രശ്നങ്ങളും വളരെ വിചിത്രമായ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ സംസാരിക്കാനുള്ളൂ. ഇനി അടുത്തത് ഇവിടെ വികസനത്തിൻ്റെ വികസനം എന്ന് പറയുന്നത് ഒരു 50 വർഷം പുറകിലുള്ള സ്ഥലങ്ങളുണ്ട്. ഞാൻ പാലക്കാട്ടിലെ ആദ്യമായിട്ടാണ് ഈ രാഷ്ട്രീയത്തിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നത്, ആദ്യമായിട്ടാണ് സഞ്ചരിക്കുന്നത്. പാലക്കാടിൻ്റെ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ചു. ഞാൻ കണ്ട പാലക്കാട് വ്യത്യസ്തമാണ്. നമ്മൾ ഈ പറയുന്ന പുറത്തുള്ള പകിട്ടോ ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെടാതെയല്ല, അവരുടെ ജനങ്ങളുടെ കഷ്ടപ്പാടാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കഷ്ടപ്പാടുകൾ അതായത് ഇവിടെയുള്ള പോക്കറ്റുകൾ, വികസനം എന്തെന്നറിയാത്ത പോക്കറ്റുകൾ. ആയിരക്കണക്കിന് ആളുകൾ വോട്ട് ബഹിഷ്കരിക്കാൻ തയ്യാറായി നിൽക്കുക. ആർക്കെങ്കിലും അറിയോ? ഈ പത്രങ്ങളിൽ ഏതിലെങ്കിലും ആ ന്യൂസ് വരുന്നുണ്ടോ? ആയിരക്കണക്കിന് ആളുകൾ. ഒരു മിനിറ്റ്. അടുത്തത്, ഞാൻ ഈ വികസനത്തിനെ പറ്റി ഒരു രേഖ എനിക്ക് സമർപ്പിച്ചേ പറ്റൂ. കാരണം ഇവിടെ നെല്ലറയാണ് പാലക്കാട്. ഈ നെല്ലറയിൽ ഞാൻ എൻ്റെ സ്വന്തം നിലയ്ക്ക്, കർഷകൻ എന്ന നിലയ്ക്ക് കഴിഞ്ഞ 2 വർഷമായി ഞങ്ങൾ ഒരു റെപ്ലിക്കബിൾ മോഡൽ പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഡിമാൻഡ് ബേസ്ഡ് ആയിട്ടുള്ള, നമ്മുടെ ചുറ്റുമുള്ള ഡിമാൻഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്രോപ്പ് പാറ്റേൺ ഉണ്ടാക്കുകയും അതിനനുസരിച്ച് ആ ക്രോപ്പ് പാറ്റേണിനനുസരിച്ച് നമ്മൾ ഒറ്റ ബ്രാൻഡിൽ ഒരു അമുൽ മോഡൽ നെല്ലറയിൽ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരം വളരെ വികസന കൺസ്ട്രക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ സംസാരിക്കണ്ടേ? ഇനി കോച്ച് ഫാക്ടറിയെ പറ്റി നമ്മൾ കുറെ കാലങ്ങളായി കേട്ടു തുടങ്ങി. ഒരു മിനിറ്റ്, എനിക്ക് പറയാനുള്ളതൊന്നും മുഴുവനാക്കട്ടെ. കോച്ച് ഫാക്ടറിയെ പറ്റി നമ്മൾ കുറെ കാലമായിട്ട് ഇവിടെ പറഞ്ഞുകൊണ്ടിട്ടുണ്ട്. MP-മാർ മാറി മാറി. കോച്ച് ഫാക്ടറി വന്നില്ല എന്നുള്ളത് പോട്ടെ, മറ്റു കുറെ കൊച്ചു ഫാക്ടറികൾ ഇവിടെ നടത്തി പോകുന്ന ഒരവസ്ഥയാണ്. എത്ര ഒറ്റപ്പാലവും ഷൊർണൂരും ഇന്ത്യ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സ്ഥലങ്ങളാണ്. എന്ന് വെച്ചാൽ ഏറ്റവും ആദ്യത്തെ ഇൻഡസ്ട്രിയൽ വികസിത മേഖല ഒറ്റപ്പാലം ഷൊർണൂരായിരുന്നു. വ്യക്തമാണ്. അത് ഇന്നത്തെ അവസ്ഥയിൽ എന്താണ് അവസ്ഥ? ഒരു മിനിറ്റ്, ഞാൻ മുഴുവനാക്കട്ടെ പ്ലീസ്. വ്യക്തമാണ്. മെഡിക്കൽ കോളേജ്, ഒരു മിനിറ്റ്, മെഡിക്കൽ കോളേജ് വരുന്നു എന്ന് പറയുന്നു. ഒരു സെക്കൻഡ്. മെഡിക്കൽ കോളേജ് വരുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്, നല്ല കാര്യമാണ്. അതിന് ആരൊക്കെ ശ്രമിച്ചിട്ടുണ്ടോ അവരൊക്കെ അതിനുള്ള അഭിനന്ദനം അറിയിക്കുന്നു. പക്ഷേ റൈറ്റ് ടു ഹെൽത്ത്, അതായത് നമുക്ക് ഏതെങ്കിലും ഒരു സർക്കാർ ആശുപത്രിയിൽ ഒരു ആം ആദ്മിക്ക്, സാധാരണക്കാരൻ നിവൃത്തികേട് കൊണ്ട് അവിടെ പോകുന്നുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല, ഒരു സാധാരണക്കാരന് അർഹമായ പരിഗണനയും അർഹമായ മരുന്നുകളും ഇത്തരം ഹോസ്പിറ്റലിൽ കിട്ടുന്നത് അതെന്തുകൊണ്ട് അക്കൗണ്ടബിൾ ആക്കുന്നില്ല? അത് നല്ല രീതിയിൽ അത് കൊണ്ടുവരാൻ നമ്മൾ ഇന്നുകൊണ്ട് ശ്രമിക്കുന്നില്ല. ഇനി ഒരു മിനിറ്റ്,
ഗ്യാസ് പ്രൈസിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ എനിക്ക് പറയാനുള്ള അവസാനത്തെ ഒരു കാര്യം, എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം, 6 മാസത്തിലൊരിക്കൽ MP എന്ന നിലയ്ക്ക് തിരഞ്ഞെടുക്കപ്പെട്ടാൽ 6 മാസത്തിലൊരിക്കൽ ഞാൻ തിരിച്ച് ഈ ഓരോ എൻ്റെ മണ്ഡലത്തിലുള്ള ജനസഭകളിൽ പങ്കെടുക്കുകയും എൻ്റെ പ്രോഗ്രസ് കാർഡ് അവരിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങുകയും ചെയ്യുമെന്നുള്ള ഒറ്റ വാഗ്ദാനം എനിക്ക് ഒരു ചോദ്യം MLA-യോട്. ഒറ്റപ്പാലത്ത് വളരെ കുടിവെള്ളക്ഷാമം വളരെ ദയനീയ അവസ്ഥയാണ്. ഇവിടെ ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിൽ തന്നെ നമ്മുടെ ഭാരതപ്പുഴയിൽ ഒരു തടയണ താങ്കൾ കൊണ്ടുവരാൻ തയ്യാറാണോ? എന്തുകൊണ്ട് ഇത്രയും കാലം വൈകുന്നു? പറയാം. ആദ്യം ഈ ഒറ്റപ്പാലത്തുള്ള തടയണ നിർമ്മാണത്തെ സംബന്ധിച്ച് എൻ്റെ സുഹൃത്ത് ഇപ്പോൾ എൻ്റെ സുഹൃത്ത് ഭാരതപ്പുഴയിൽ പോകണം, കൂട്ടിലമുക്കിലെ തടയണ കാണണം. അല്ലല്ല, പറയട്ടെ, കൂട്ടിലമുക്കിലെ തടയണയിൽ നിന്നാണ് ഒറ്റപ്പാലത്തെ എല്ലാ ജനങ്ങൾക്കും ആവശ്യമായ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള കുടിവെള്ളം കൊടുക്കാൻ പോകുന്നത്. 12 കോടി രൂപ ചെലവിൽ പാലപ്പുറത്ത് കൂട്ടിലമുക്ക് തടയണയുടെ പണി 50% പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. ആ കുടിവെള്ള പദ്ധതി അടുത്ത സാമ്പത്തിക വർഷം പൂർത്തിയാക്കാൻ പോവുകയാണ്. ഒറ്റപ്പാലത്തെ ജനങ്ങളായിരിക്കും കേരളത്തിൽ ആദ്യമായി ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള കുടിവെള്ളം കുടിച്ച മുനിസിപ്പാലിറ്റിയിലെ ജനങ്ങൾ ഒറ്റപ്പാലത്തെ ജനങ്ങളായിരിക്കും. തടയണയും ഒറ്റപ്പാലത്തായിരിക്കും വരിക. നമ്പർ 2, മാനനൂർ എന്ന് പറയുന്ന സ്ഥലത്ത് മറ്റൊരു തടയണ 16 കോടി രൂപ ചെലവിൽ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കിട്ടിയിരിക്കുന്നു. ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ TS വാങ്ങി അവിടെ 2ാമത്തെ തടയണയും കൊണ്ടുവരാൻ പോവുകയാണ്. പക്ഷേ ആ വികസന മുന്നേറ്റം നടക്കുമ്പോൾ ഇവിടുത്തെ ജനപ്രതിനിധിയെ ഞങ്ങൾ അഭിനന്ദിക്കുക. അദ്ദേഹം ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം UDF ഗവൺമെന്റ് ഉമ്മൻചാണ്ടിയുടെയും കുഞ്ഞാലിക്കുട്ടിയുടെയും അബ്ദുറബിന്റെയും അതുപോലെ തന്നെ ഇബ്രാഹിം കുഞ്ഞിന്റെയും നേതൃത്വത്തിൽ വ്യവസായ വകുപ്പിലും PWD വകുപ്പിലും മുഴുവൻ ജനങ്ങൾക്ക്, ഒറ്റപ്പാലത്തെ ജനങ്ങളുടെ ഇവിടുത്തെ എല്ലാ പ്രതിസന്ധികൾക്കുള്ള ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുകയും കണ്ടെത്താത്ത മേഖലകളിൽ മണ്ണാർക്കാട് MLA N ഷംസുദ്ദീനും ഷാഫി പറമ്പിൽ പാലക്കാടും CP മുഹമ്മദ് പട്ടാമ്പിയിൽ ചോദിക്കുമ്പോൾ അതിന്റെ മൂല്യവും ഒറ്റപ്പാലം മണ്ണാർക്കാട് ഹൈവേയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. ഇത്തരം കാര്യങ്ങളിൽ MLA ഈ ഗവൺമെന്റിനെ പ്രശംസിക്കണമെന്നാണ് നമ്മൾ പറയുന്നത്. ഇവിടെ നടക്കുന്ന പരിപാടി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ഒരു ചർച്ചയാണ്. അതിൽ നിന്ന് ഇവിടുന്ന് ചില ചോദ്യങ്ങളും അവിടെ നിന്ന് മറുപടിയാണ്. പക്ഷെ ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ബഹളമാണ്, രാഷ്ട്രീയമായിട്ടുള്ള പരസ്പരം ചെളിവാരി ഏറിയലാണ്. ദയവ് ചെയ്ത് അത് നിർത്തി ഒരു 5-10 മിനിറ്റ് ഈ കാര്യം മനസ്സിലാക്കുന്ന രീതിയിൽ സംസാരിക്കാൻ എല്ലാവരും ഒന്ന് സഹകരിക്കണമെന്ന് ഒരു മൈക്രോ സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്നിട്ടും ഒരു വോട്ടറിന്റെ ഭാഗത്ത് പ്രധാന പ്രശ്നമാണ് ഭാരതപ്പുഴ. ഈ ഭാരതപ്പുഴയുടെ സംരക്ഷണത്തിന് വേണ്ടി ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ എന്ത് നിലപാടാണുള്ളത്? ഈ JCB ഉപയോഗിച്ചുകൊണ്ട് മുഴുവൻ മണലുകളും ഊറ്റാൻ ആവശ്യമായ സഹായം ചെയ്ത് ഇവിടുത്തെ ട്രേഡ് യൂണിയനുകളും ഈ മണൽ ഊറ്റ് മാഫിയുമാണ് സംരക്ഷിക്കുന്ന നിലപാടാണ് ഇവിടുത്തെ എല്ലാ വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു മിനിറ്റ് നിൽക്ക് സുഹൃത്തെ, ഞങ്ങൾക്ക് പറയാനുണ്ട്. ഇവിടെയുള്ള പുഴകളെ മുഴുവൻ ഒന്ന് നശിപ്പിച്ചത് ഇവിടുത്തെ വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികളാണ്. ഇതിൽ ഇവർക്ക് എന്താണ് പറയാനുള്ളത്? ഞാൻ ഒറ്റ കാര്യം പറയട്ടെ. മൈക്കെടുത്ത് പരസ്പരം നമ്മളെ ഒരു ആശയ സംഘടന നടത്തരുത്. ഒരു മറുപടി കൂടി പറഞ്ഞിട്ട് നിർത്തും. അദ്ദേഹം ചോദിച്ച ആദ്യം മറുപടി പറയാം. ഇതില് ഈ ദേശീയ തലത്തിൽ ഇപ്പോഴും മത്സരം ആരും തമ്മിലാണെന്ന് താങ്കൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. ദേശീയ തലത്തിൽ മത്സരം കോൺഗ്രസും BJPയും തമ്മിലാണ്. കോൺഗ്രസും BJPയും തമ്മിൽ മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും BJPയും തമ്മിൽ ബാന്ധവമാണ് എന്ന് പറയാൻ അതിന് ശുദ്ധ വിവരക്കേട് എന്നാണ് പറയുക. അതിന് പറയുന്നത് ശുദ്ധ വിവരക്കേട് എന്നാണ്. ഈ വിവരക്കേട് മാറ്റാൻ ആദ്യം ചികിത്സ നടത്തണം, അതിനുശേഷം ഇത്തരം കാര്യങ്ങൾ സമ്മതിക്കാൻ വരണമെന്നാണ് എൻ്റെ അഭിപ്രായം. രണ്ടാമത്തെ കാര്യം ചോദിച്ചോളൂ, പറഞ്ഞുതരാം. മൻമോഹൻ സിംഗിൻ്റെ ഫോട്ടോ, മൻമോഹൻ സിംഗിനെ കുറിച്ച് നിങ്ങൾ ആരും സങ്കടപ്പെടേണ്ട. നിങ്ങൾ പല കാര്യങ്ങളിലും പല കാലത്തും എതിർത്ത ആളുകളെയൊക്കെ പിന്നീട് പല കാലങ്ങളിലും അവസരോചിതമായി പൊക്കിക്കൊണ്ടുവന്ന് സ്റ്റേജിൽ പ്രതിഷ്ഠിച്ച ആളുകളാണ്. ഞാൻ പറയുന്നത് മൻമോഹൻ സിംഗിനെ കുറിച്ച് നിങ്ങൾ വിശ്വസിക്കേണ്ട കാര്യമില്ല. മൻമോഹൻ സിംഗ് ദേശീയ തലത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്ന സാമ്പത്തിക വിദഗ്ധനാണ്. ഇന്ത്യ രാജ്യം ലോക സാമ്പത്തിക ക്രമത്തിന് സംഭാവന ചെയ്ത അതുല്യനായൊരു നേതാവാണ് മൻമോഹൻ സിംഗ്. ആ മൻമോഹൻ സിംഗിൻ്റെ വലിപ്പം അറിയാനുള്ള മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാവണം എന്ന് മാത്രമേ ഉള്ളൂ. ഈ ലോക രാഷ്ട്രങ്ങളൊക്കെ സാമ്പത്തികമായി തകർന്നടിയുന്ന സമയത്ത് ഈ രാജ്യത്തിൻ്റെ സാമ്പത്തിക ക്രമം പിടിച്ചു നിർത്തിയ മഹാനായ നേതാവ് അദ്ദേഹത്തെ ചെറുതായി കാണാൻ കോൺഗ്രസ് ശ്രമിക്കുന്നു എന്ന്
ഇത്രയും ആക്ഷേപകരമായി സംസാരിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു എൻ്റെ സുഹൃത്തെ? എത്രമാത്രം സങ്കുചിതമായിട്ടാണ് നിങ്ങൾ ആലോചിക്കുന്നത്? മഹാമോശം എന്ന് എനിക്ക് പറയാനുള്ളൂ. 3 ശക്തികൾ തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് എന്ന് സത്യമാണ്. BJP, കോൺഗ്രസ്, മൂന്നാം ബദൽ. അതിൽ കോൺഗ്രസ്സിന് ഇത്തവണ കെട്ടിവെച്ച കാശ് പോയി മുങ്ങുന്ന കപ്പലാണ് അത് എന്നുള്ളത് തിരിച്ചറിഞ്ഞാണ് കോൺഗ്രസിൻ്റെ സിറ്റിംഗ് എംപിമാർ 52 പേർ വിവിധ പാർട്ടികളിൽ നിന്ന് മത്സരിക്കുന്നു. ഒരു പാർട്ടിയിലല്ല കേട്ടോ, വിവിധ പാർട്ടികളിൽ നിന്ന് മത്സരിക്കുന്നത്. ധനകാര്യമന്ത്രിയായിരുന്ന ചിദംബരവും ജയന്തി നടരാജും മത്സരിക്കാത്തത് അതുകൊണ്ടാണ്. നമ്പർ 2 ഞാൻ പറയട്ടെ പറഞ്ഞോളൂ. പിന്നെ ഇവിടെ BJP ഉണ്ട്. BJPക്ക് അധികാരത്തിൽ വരാൻ പറ്റില്ല. കാരണം നരേന്ദ്രമോദിയെ അദ്വാനിക്കും വിശ്വാസമല്ല, സുഷമ സ്വരാജിനും വിശ്വാസമല്ല. സ്വന്തം പാർട്ടിയിൽ വിശ്വാസമില്ലാത്തൊരു നേതാവ് എങ്ങനെ ജനകോടികളുടെ വിശ്വാസം നേടാൻ കഴിയും? അതുകൊണ്ട് മോഡിയും അധികാരത്തിൽ വരില്ല. മറ്റൊന്ന്, 6000 കൃഷിക്കാരാണ് ഗുജറാത്തിൽ 2 കൊല്ലം കൊണ്ട് ആത്മഹത്യ ചെയ്തത്. അതാണ് മോഡി മോഡൽ. 1000 തൊഴിലാളികളാണ് 2 കൊല്ലം കൊണ്ട് ഗുജറാത്തിൽ ആത്മഹത്യ ചെയ്തത്. അതാണ് മോഡി മോഡൽ. ആ മോഡി മോഡൽ ഇന്ത്യക്ക് വേണ്ട എന്ന് ഇന്ത്യയിലെ ജനങ്ങൾ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. മോഡിക്കെതിരെയും കോൺഗ്രസിനെതിരെയുമുള്ള ഒരു ജനവിധിയായി മൂന്നാം ബദൽ ഇന്ത്യ രാജ്യത്ത് ഉയർന്നു വരും. എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞതുപോലെ വിലക്കയറ്റം നിയന്ത്രിക്കുന്ന ഒരു ഇന്ത്യ ഉണ്ടാകും. ജാതിമത ശക്തികളെ മതവിശ്വാസത്തെ അംഗീകരിക്കുകയും മതവിശ്വാസികൾക്ക് സംരക്ഷണം കൊടുക്കുകയും എന്നാൽ മത തീവ്രവാദത്തെ നിലക്ക് നിർത്താനും കഴിയുന്ന ഒരു മൂന്നാം ബദൽ ഇന്ത്യ രാജ്യത്ത് ഉയർന്നു വരും. അങ്ങനെ മൂന്നാം ബദൽ ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന ഭരണഘടനാപരമായ ഒരു ഗവൺമെന്റിനെ മൂന്നാം ബദൽ ശക്തി ഇന്ത്യ രാജ്യത്ത് കൊണ്ടുവരും. അതിന് ശ്രീ രാജേഷിനെ ഇന്ത്യൻ പാർലമെന്റിലേക്ക് എത്തിക്കണമെന്ന് വളരെ വിനയത്തോടെ അഭ്യർത്ഥിക്കുന്നു. ആം ആദ്മി ഈ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിൽ എന്താണ് വോട്ടർമാരോട് പറയുന്നത്? വളരെ ചുരുക്കി അവസാനമായിട്ട് 2 വാക്ക് പറയും. അതായത് ആം ആദ്മി പാർട്ടിക്ക് വളരെ മികച്ചൊരു സ്വപ്നമുണ്ട്. ആ സ്വപ്നത്തിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അത് ജനങ്ങൾ കൂടെ നിൽക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസം, ഒരു ആം ആദ്മി വികാരം ഞങ്ങൾ എല്ലാവരിലും കാണുന്നു, ഇവരിലും കാണുന്നുണ്ട്. പിന്നെ ഇതിൽ പറയാനുള്ളത്, വികസനം എന്ന് പറയുന്നത് ആലുവാലിയെ പോലെയോ പ്ലാനിംഗ് കമ്മീഷനിലോ ഇരുന്ന് ചെയ്യേണ്ട കാര്യമല്ല. ഒരു പ്രോജക്റ്റ് വന്നാൽ 20 കൊല്ലം ആ പ്രോജക്റ്റ് കൊണ്ട് നടക്കേണ്ട കാലഘട്ടം കഴിഞ്ഞുപോയി. ഇന്ന് നമുക്ക് വളരെ ക്ഷിപ്രസാധ്യമായ പ്രോജക്റ്റുകളാണ് ആവശ്യം. അത് അവിടുത്തെ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഇവിടെ ഒരു വിമാനത്താവളം വരണോ എന്ന് തീരുമാനിക്കേണ്ടത് ഇവിടുത്തെ ജനങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പൂർണ്ണ സ്വരാജ് എന്നുള്ള ആശയം മുൻനിർത്തിയാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് ഗ്രാമസഭകളിൽ തീരുമാനങ്ങൾ എടുക്കട്ടെ, അവിടങ്ങളിൽ നടപ്പാക്കട്ടെ. അവിടുത്തെ വികസനം, അവിടുത്തെ ജനങ്ങളുടെ സംതൃപ്തിയാണ് ഏറ്റവും വലിയ നേട്ടം എന്ന ഒറ്റ വാഗ്ദാനമാണ് ഞങ്ങൾക്ക് തരാനുള്ളത്. മൂന്നാം ബദൽ വാസ്തവത്തിൽ ഒരു ദിവാസ്വപ്നമാണ്, മലപ്പൊടിക്കാരൻ്റെ ദിവാസ്വപ്നം. ആ സ്വപ്നം കാണിച്ച ആളുകളെ പ്രലോഭിപ്പിച്ചില്ലെങ്കിൽ കൈനീട്ടം മുക്കില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് കേരളത്തിൽ മുഴുവൻ ഈ വിഷയം പറഞ്ഞു നടക്കുന്നത്. ഇതിൻ്റെ കേരളത്തിൻ്റെ പുറത്ത് കടന്നാൽ ആരാണ് കൂടെ? പ്രകാശ് കാരാട്ട് വന്ന് 2 സീറ്റിന് ചർച്ച ചെയ്ത് തീരുമാനിച്ച് വിമാനം കയറിയപ്പോൾ പറഞ്ഞു നിങ്ങൾ പുറത്ത്. കേരളത്തിൽ പാർട്ടി തന്നെ വിട്ടുപോയി. ഇങ്ങനെ ഒരു ഏറ്റവും ദുർഘടകരമായ അവസ്ഥയിൽ ഈ സ്വപ്നം കാണാൻ കഴിയുന്നൊരു വലിയ കഴിവാണ്. ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഐക്യ ജനാധിപത്യ മുന്നണിക്കും ദേശീയ പുരോഗമന സഖ്യത്തിനും വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് ഈ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തിന് കൂടുതൽ ശക്തി വരിക എന്നതാണ്. അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ മതേതരത്വ ശക്തികളുടെ വളർച്ചയാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് സമഗ്രമായ പുരോഗതിക്ക് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് പാർലമെന്റ് നിയോജകമണ്ഡലത്തിൽ ശ്രീ MP വീരേന്ദ്രകുമാർ അദ്ദേഹത്തിന്റെ ചിഹ്നമായ മോതിരം അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കപ്പെട്ടാൽ ഒരു സംശയവും വേണ്ട, ഒരു വളർച്ചയുടെ പുരോഗതിയുടെ ഒരു പ്രവാഹം ഈ നിയോജകമണ്ഡലത്തിലുണ്ടാകും. അദ്ദേഹം ജയിച്ചു പോകുന്നത് ഒരു MP ആണ് എങ്കിൽ അദ്ദേഹം ഡൽഹിയിൽ നിന്ന് മടങ്ങി വരിക ഒരു കേന്ദ്രമന്ത്രിയായിട്ടായിരിക്കും എന്ന കാര്യത്തിലും ആർക്കും സംശയം വേണ്ട. അതിനുവേണ്ടി എല്ലാ വ്യത്യാസങ്ങളും പറഞ്ഞുകൊണ്ട് വിമർശിച്ച ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം ശ്രീ വീരേന്ദ്രകുമാറിനെ വിജയിപ്പിക്കാൻ മുന്നോട്ട് വരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ACV ന്യൂസ് നുജു ഏവിയേഷൻ നടത്തിയ ജനസ്പന്ദനം എന്ന പരിപാടി ഇവിടെ സമാപിക്കുകയാണ്.
ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.